നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ശരിക്കും ഈ സർക്കാരിനെ ഉപദേശിക്കുന്നത് ആരാണ്? ഈ പാർട്ടിയെ നാണം കെടുത്തി അടങ്ങൂ എന്ന് വാശിയുള്ള ആരോ ആണ്? അല്ലെങ്കിൽ അവഗണിച്ചു തള്ളേണ്ട പാരടിപ്പാട്ടിനെതിരെ കേസെടുക്കുമോ? അതും ഏതോ ഒരു സംഘടനയുടെ പേരിൽ ആരോ ഒരാൾ മതവികാരം വ്രണപ്പെട്ടെന്ന് പറഞ്ഞു നൽകിയ പരാതിയിൽ. ചവറ്റുകൊട്ടയിലേക്ക് തള്ളേണ്ട പരാതിയിലാണ് ഇപ്പോൾ FIRും അന്വേഷണവും മെറ്റയ്ക്ക് വരെ നോട്ടീസും നൽകാനുള്ള നീക്കവും നടക്കുന്നത്. എന്തായാലും ബുദ്ധിയും തന്ത്രവും സമ്മതിക്കണം. തോറ്റതിലും വലിയ നാണക്കേട് CPMന് ഉണ്ടാക്കിയേ മതിയാവൂ എന്ന് ആരുടെയോ ബുദ്ധിയാണ് പോലീസിനെ ഭരിക്കുന്നതെന്ന് വേണം കരുതാൻ. തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവുമൊക്കെ പതിവാണ്. തോറ്റെടുത്തു നിന്ന് മടങ്ങി വരാൻ ശേഷിയുള്ള പാർട്ടിയുമാണ് CPM. അതിനു ശ്രമിക്കാതെ സർക്കാരിനും പാർട്ടിക്കും എക്കാലവും നാണക്കേടുണ്ടാക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ നൽകേണ്ടി വരുന്ന വില എക്കാലവും വളരെ വലുതായിരിക്കും. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വീറോടെ വാദിക്കുന്ന പക്ഷമാണ് ഇടതുപക്ഷം. ആ ചരിത്രമെങ്കിലും മിനിമം അറിയേണ്ടതാണ് ഇത്തരം അബദ്ധ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ്. നാളെ സമാനമായൊരു വിഷയത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ആളുകൾ തിരിച്ചു ചോദിക്കില്ലേ എന്നെങ്കിലും ഓർക്കണം. ഈ പാട്ടിലൂടെ മതവികാരം വ്രണപ്പെട്ടെന്ന് വ്യസനിച്ച രാജു എബ്രഹാമിന് പിന്നാലെ ഇന്ന് ന്യായീകരണവുമായി മന്ത്രി V ശിവൻകുട്ടിയും രംഗത്ത് വന്നു. വിശ്വാസത്തെയും വിശ്വാസികളെയോ കളിയാക്കുന്ന പാരടിപ്പാട്ട് പാടില്ലെന്നാണ് ശിവൻകുട്ടി വക ഉപദേശം. ദൈവമൂർത്തികളെ കളിയാക്കുന്ന പാട്ടുകളൊന്നും ഇടതുപക്ഷം ഇതുവരെ നിർമ്മിച്ചിട്ടില്ലെന്നും വാദിക്കുന്നു. ദൈവത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന എത്രയെങ്കിലും പാട്ടുകളും കവിതകളും വായിക്കുകയും പൊതുവേദിയിൽ ചൊല്ലുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മനുഷ്യരോടാണ് ഇങ്ങനെയൊക്കെ ന്യായീകരണം പറയുന്നത്. അങ്ങനെയെങ്കിലും ഓർക്കേണ്ടതാണ്. അവരിപ്പോഴും നിൽക്കുന്ന പാർട്ടി ഏതാണ് എന്നെങ്കിലും ഈ നേതാക്കൾ ഓർക്കണം. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡിയിൽ മുറിപ്പെട്ടത് ആരുടെ വികാരമാണ്? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനെ എത്തുന്നത് ശ്രീ മഹിയാണ്, കിള്ളിപ്പാലത്ത് നിന്നാണ്. ശ്രീ മഹി, ഇപ്പോൾ പൊറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പ എന്നുള്ള പാട്ടിലിനെ എഴുതിയ ആളുടെ പേരിൽ, അത് പാടിയവരുടെ പേരിലൊക്കെ കേസെടുത്തിരിക്കുകയാണ്. ഏതോ ഒരു സംഘടനയുടെ ഒരാൾ നൽകിയ പരാതിയുടെ പുറത്താണ് ഇങ്ങനെ ഒരു കേസ് എടുക്കുകയും വലിയ മെറ്റയ്ക്ക് വരെ നോട്ടീസൊക്കെ കൊടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ന്യായീകരിച്ചപ്പോൾ മന്ത്രി ശിവൻകുട്ടിയും നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ന്യായീകരണം തന്നെയാണ് അദ്ദേഹവും രംഗത്ത് വന്നിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, പാർട്ടിയും ഗവൺമെന്റിനെയും കുറെ പേര് ഇതിന് വേണ്ടി മോശകടത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. മോശകടത്താൻ വേണ്ടി കുറെ ആളുകൾ ഇറങ്ങിയിരിക്കുന്നത്. അതൊന്നും ഇവിടെ വില പോകില്ല, അത്രേ ഉള്ളൂ. പിന്നെ പിണറായി വിജയൻ എങ്ങനെയാണ് വിധി സതീശൻ യാത്രഭൂമിയിൽ വന്നതല്ല, ജയിലിൽ കിടന്ന് 1-2 കൊല്ലമല്ല, ജയിലിൽ കിടന്ന് അടിയും കൊണ്ടാണ്. മനസ്സിലായോ ശ്രീ മഹി? എന്റെ ചോദ്യം അതല്ല മഹി, അതല്ല. ഞാൻ ഈ ചോദ്യത്തിന് മറുപടി അറിയൂ. ഇത്രയും കാലം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു പാർട്ടി ഒരു പാരടിപ്പാട്ട് ഉണ്ടാക്കിയതിന്റെ പേരിൽ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് ഏതോ ഒരാൾ കൊടുത്ത ഒരു പരാതിയിൽ കേസെടുക്കാനും അതിനെ ന്യായീകരിക്കാനും ഒക്കെ നിൽക്കുന്നത് അവരൊക്കെ ഇപ്പോഴും CPMന്റെ നേതാക്കൾ തന്നെയാണോ? മനോരമ പത്രം പലതും എഴുതിക്കല്ലേ, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയെന്ന്, ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയെന്ന് പറയും. ശരി മഹി, ഇക്കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായം പറയാം. ദയവേത് മഹി ഇങ്ങനെ വ്യക്തമായ അഭിപ്രായം പറയാനില്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പറയാനാണെങ്കിൽ ദയവായി ശ്രീ കുഞ്ഞഹമ്മദാണ്, കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, ഈ CPMന്റെ നിലപാട് എല്ലാ കാലവും, അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെ നിലപാട് എല്ലാ കാലവും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അനുകൂലമാണ്. അതിനെതിരെയുള്ള നീക്കങ്ങളിലൊക്കെ പ്രതിഷേധം ഉയർത്തിയിട്ടുള്ള പാർട്ടിയാണ്. അവരാണിപ്പോൾ ഒരു പരാതിയിൽ കേസെടുത്തിരിക്കുന്നു, മെറ്റയ്ക്ക് വരെ നോട്ടീസ് കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. രചയിതാവിനെതിരെ, അതോടൊപ്പം തന്നെ ആ പാട്ട് പാടിയവർക്കെതിരെയും ഒക്കെ കേസെടുത്തിരിക്കുന്നു. എന്താണ് ഇവരെ ഇത്ര ഭയപ്പെടുത്തുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, പോലീസ് നിയമമാക്കി അതിന്റെ വഴിക്ക് പോട്ടെ. ഞങ്ങളെ മുഖത്ത് നോക്കി ഈ പാട്ട് പാടുകയാണെങ്കിൽ ഞങ്ങൾ പ്രതിരോധിക്കും. ശക്തമായ നടപടി ഞങ്ങളെ കൈയോടും കാലോടും ഞങ്ങൾ കളിക്കുകയും ചെയ്യും. അത് ഈ നാട്ടിലെ പാട്ട് പാടുന്ന ആളുകൾക്ക് താങ്കളുടേത് ഇടതുപക്ഷ നിലപാടാണെന്ന് എന്തായാലും അംഗീകരിക്കാൻ കഴിയില്ല. താങ്കൾ ഇടതുപക്ഷക്കാരനാണെന്നൊക്കെയാണ് ഇത്രയും കാലം അവകാശപ്പെട്ടിരുന്നത്. എന്തായാലും ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നിലപാട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അനുകൂലമായ നിലപാടാണ്. ഈ പാട്ടിൽ എവിടെയാണ് താങ്കൾ ആളുകളെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് താങ്കൾ ഒന്ന് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് തന്നെ തെറ്റായ ഒരു നീക്കമാണ്. ആരുടെ വക്കാലത്ത് വേണ്ട? ഈ നാട്ടിലെ നിയമം പാലിക്കാതെ ഈ നാട്ടിൽ ആരെയും ഭീഷണിപ്പെടുത്താമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കൈകാര്യം ചെയ്യുന്നവരെ താങ്കൾ അങ്ങനെ കൈകാര്യം ചെയ്യാനാണ്? ജയിലിൽ കിടക്കുന്നുണ്ട്, സ്വന്തം നാട്ടിലുള്ള സഹാക്കളെ തീർത്ത് കൂട്ടിക്കെട്ടിയിട്ട് പറയേണ്ട ആവശ്യം എന്താ? എന്താണ്? ഒത്ത സഹാക്കളെ കൂട്ടിക്കെട്ടി സഹാക്കളെ സ്വാഭാവികമായും പറയില്ലേ,
സംശയം എന്താണ് പറയുമെന്നുള്ളതിന്? വീട്ടിൽ കിടക്കുന്ന ഇടതുപക്ഷം ഞങ്ങളുടെ വരുന്നപ്പോഴല്ലേ അവിടുന്ന് സ്വർണം മോഷണം പോയത്? സ്വാഭാവികമായും പറയും. രാഷ്ട്രീയമായി പറയുന്നത് നേരിടാൻ കൂടി കഴിവ് വേണം. അങ്ങനെയാണ് ഇത്രയും കാലവും ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം ഈ നാട്ടിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. സഹാക്കഥ അയ്യപ്പ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെന്താ പറയുന്നതിന് എന്താണ് കുഴപ്പം? അത് കുഴപ്പമുണ്ട്, ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്. നിങ്ങൾ കുഴപ്പമുണ്ട്, നിങ്ങൾ മറുപടി പറയണം. അല്ലാതെ കയ്യൂക്ക് കാണിക്കല്ല വേണ്ടത്, അല്ലെങ്കിൽ പോലീസിനെ വെച്ച് കേസെടുക്കല്ല വേണ്ടത്. ഇങ്ങോട്ട് വന്നാൽ പാട്ടും കൊണ്ട് എന്താണ് അസലായിട്ട് പ്രതികരിക്കുകയും ചെയ്യും, അടിക്കണ്ടെന്ന് അടിക്കുകയും ചെയ്യും. ശരി, നടക്കട്ടെ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ വേണം എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെ ശത്രുക്കളെന്നത്. പ്രത്യേകം തന്നെ ഇത്തരം ഇടതുപക്ഷക്കാരെന്ന് വ്യാജേന നിൽക്കുന്ന ഇത്തരം ആളുകൾ എല്ലാ കാലത്തും ഏത് പാർട്ടിക്കായാലും അവരെ കൊണ്ടുള്ള ബാധ്യതയാണ് ഈ പാർട്ടികൾക്കൊക്കെ ഉണ്ടാവുന്നത്. ശരി കുഞ്ഞഹമ്മദ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, ഒരു പാട്ടിനെതിരെ ഒരാൾ പരാതി കൊടുക്കുന്നു. ഏതോ ഒരു തിരുവാഭരണ സംരക്ഷണ പാതാ സംരക്ഷണ സമിതി എന്നോ എന്തൊക്കെ പറഞ്ഞ ഒരു സംഘടനയുടെ ഒരാൾ പരാതി കൊടുക്കുന്നു. ഉടനെ തന്നെ രാജു അബ്രഹാം പറയുന്നു, അയ്യോ അത് ഞങ്ങൾക്ക് ഈ പാട്ട് കേട്ട് മതവികാരം വ്രണപ്പെട്ടു പോയി എന്ന് പറയുന്നു. പോലീസ് FIR ഇടുന്നു ഗാനരചയിതാവിനെതിരെ, അതിൻ്റെ പാട്ട് പാടിയവർക്കെതിരെയൊക്കെ. ഇതൊരു ഇടതുപക്ഷ നയമാണോ? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. അപ്പോ കിരൺ സാറിനോട് ഒന്ന് പറയാം. പിന്നെ ഈ ഇലക്ഷൻ സമയത്ത് പല പാട്ടുകളും ഒക്കെ ഉണ്ടാവും. ആ പാട്ടിനൊന്ന് നമ്മളെല്ലാരും അത് പല പാർട്ടിക്കാരും പല രീതിയിലാക്കിക്കാണ്ട് ആ പാടണ്ടേ. അപ്പൊ ഇത് ഒരു ശാസ്താവിന്റെ പേരിലായി എന്നുള്ളതാണ് അവര് കേസെടുക്കാനുള്ള കാരണം വന്നത്. മറ്റേ അപേക്ഷ കൊടുത്തതിന്റെ ശേഷം അത് കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത് സംഗതി വച്ചാൽ അതൊരു മോശമാണെന്നുള്ള അഭിപ്രായം എന്റെ അടുത്തില്ലേ. എന്ത് മോശമായെന്നുള്ളത്? കേസെടുത്തതോ അതോ? അതായത് ഒരു ഇടതുപക്ഷ സർക്കാർ അതിനെ ആ കാര്യത്തിൽ ഇടപെട്ടത് പോലെ അന്വേഷണത്തിൽ കേസെടുത്തതിൽ തെറ്റില്ല. പക്ഷെ അതിന് ഇനി സമയം കളയണ്ട എന്നുള്ളത് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഇത്തരം ഒരു വിഷയത്തിൽ ഒരു ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു കേസെടുക്കുന്ന വിഷയം അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് ആ കാര്യത്തിൽ ഇടതുപക്ഷ നിലപാടുകാർക്ക് പൊതുവെ ഉണ്ടാവുമെന്ന് ജനം കരുതുന്ന ഒരു നിലപാട്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, ഈ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും വിശ്വാസിയുടെ മതവികാരം ഇങ്ങനെ ഒരു പാട്ട് കേട്ടിട്ട് വ്രണപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. എത്രയോ ഭക്തിഗാനങ്ങളിൽ, എത്രയോ സിനിമാ പാട്ടുകളിലൊക്കെ ഈ രാഷ്ട്രീയ പാരഡികൾ, അല്ലാത്ത പാരഡികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കേട്ടും ചൊല്ലിയും ഒക്കെ വളർന്ന തലമുറയാണ് കേരളത്തിലുള്ള. അവർക്ക് ആർക്കും ഒരു കാലത്തും അതോടെയൊന്നും വികാരം വ്രണപ്പെട്ടിട്ടില്ല. ആ വികാരം വ്രണപ്പെട്ടു, അത് പാടില്ല എന്നൊക്കെ ഇടതുപക്ഷക്കാർ പറയുമ്പോൾ ആണ് കൂടുതൽ അതിനെ ഒരു ചരിത്രപരമായ തമാശ എന്നൊക്കെ തോന്നുന്നത്. അങ്ങനെ ഒരു നിലപാടല്ല ഇടതുപക്ഷത്തിന് ഒരു കാലത്തും ഉണ്ടായിരുന്നത്. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? മതവികാരം വ്രണപ്പെടുക, ശക്തിപ്പെടുക. ഏതാ പാട്ട് എഴുതി പാടി പാട്ട് ക്ഷയിക്കാൻ കൊടുക്കണ്ട കേട്ടോ. അത് മുല്ല അന്യവസ്ഥപ്പെട്ട ഒരാളുടെ നല്ല സൂപ്പറായിട്ട് പുള്ളി പാടിയേക്കണം, എഴുതിയേക്കണം. ഹിന്ദുക്കൾക്ക് പോലും അതുപോലെ പാടാൻ പറ്റില്ല, അത് കാര്യം പറയാമല്ലോ. പിന്നെ ഈ സ്വരാജൊക്കെ സ്വരാജൊക്കെ പറഞ്ഞേക്കണ എന്താ, നമുക്ക് ഇവിടെ ഇതിനകത്തൂടെ പറയാൻ പറ്റില്ല, കൂട്ടി വൃത്തിയോടെ പറഞ്ഞേക്കണം. പിന്നെ ആ ഇയാള് ഷംസീർ സ്പീക്കർ അപ്പോഴൊന്നും ഇവർ പറഞ്ഞു ഇതിനെ പറഞ്ഞ് ഭക്തിയാണല്ലേ പഠിക്കണേ, എന്ത് വേറെ വൃത്തിയോടൊന്നുമില്ലല്ലോ. അങ്ങനെ പറഞ്ഞപ്പെടുവാണെങ്കിൽ പറഞ്ഞപ്പെട്ടോട്ടെ. അപ്പൊ ഇവർക്ക് തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതിന് വല്ല ഇടപെടേണ്ട വല്ല ആവശ്യമുണ്ടോ? ചുമ്മാ ഒരു ദിവസം കെട്ടിപ്പിടിച്ചു വന്നേക്ക് തോറ്റു കഴിഞ്ഞിട്ട് പോയി പണി നോക്കാൻ പറയാനേ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ശരി, പാട്ട് എഴുതിയ സൂപ്പറായിട്ടുണ്ടായാലും. ശരി, ഓക്കെ. ശ്രീ സജിയാണ് കൊല്ലത്തുനിന്നാണ്. ശ്രീ സജി, ഈ മതവികാരം വ്രണപ്പെട്ടു എന്ന് ഏതെങ്കിലും ഒരു തീവ്ര മത നിലപാടുകാരൻ, മതമൗലികവാദി അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അവരുടെ രീതി അങ്ങനെയാണ്, അത് ഏത് മതമായാലും. പക്ഷേ ഇടതുപക്ഷക്കാർ അങ്ങനെ പറയുമ്പോൾ, ആ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാർ ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ ചവറ്റുകൊട്ടയിൽ തള്ളേണ്ട പരാതിയിൽ കേസൊക്കെ എടുത്ത് മെറ്റയ്ക്ക് വരെ നോട്ടീസ് അയച്ച് അന്വേഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ആരുടെ വികാരമാണ് വ്രണപ്പെട്ടതെന്നാണ് നമ്മുടെ സംശയം. അത് നമ്മളെ നാട്ടിൽ ജനാധിപത്യ രാജ്യം, നമുക്ക് എന്ത് വേണമെങ്കിലും ഇപ്പാരുടെ ഗാനങ്ങൾക്ക് നമുക്ക് സംസാരിക്കാം, പാടാം, അല്ലേ? അതെ, അത് എന്ത് വേണമെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ അങ്ങനെ അശ്ലീലമോ അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് ഒരു പൊതുസമൂഹത്തിന് യോജിക്കുന്നല്ല എന്ന് തോന്നാത്ത ഏത് പാടുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇതുപോലെ പാർട്ടിപരമായിട്ടോ ഒരു വിഷയമായിട്ടോ എടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ പറഞ്ഞ കണക്ക് ചവിട്ടൊട്ടൊക്കെ കളയേണ്ട കാര്യങ്ങളാണ്, ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു. അല്ലാതെ നമുക്ക് എന്റെ അഭിപ്രായത്തിൽ അത് തന്നെ ഒരു കാര്യവുമില്ല, ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട. ശരി, ശ്രീ പ്രേമനാണ് ചെന്നൈയിൽ നിന്നാണ്. ശ്രീ പ്രേമൻ, ഇത് ശരിക്കും ആരുടെ വികാരമാണ് ഈ പാട്ടിൽ വ്രണപ്പെട്ടത്? ഹിന്ദു വികാരം തന്നെയാണ് വ്രണപ്പെട്ടത്. പക്ഷെ എന്നിരുന്നാലും ഒരു കേസെടുക്കാൻ മാത്രമുള്ള ഒരു വിഷയമല്ല. ഹിന്ദു വികാരം ഇതിൽ വ്രണപ്പെട്ടോ? എങ്ങനെയാണ് അത് ഹിന്ദു വികാരം വ്രണപ്പെടുന്നത്? തീർച്ചയായും ഹിന്ദുക്കളെ ആരാധന കേന്ദ്രമല്ലേ ഇത് ശബരിമല. അതിനെന്താണ് ശബരിമല അയ്യപ്പനെ ഏതെങ്കിലും മോശമായ രീതിയിൽ ആ പാട്ടിൽ ചിത്രീകരിച്ചിട്ടുണ്ടോ?
പാർട്ടി ചിത്രീകരിച്ചിട്ടുണ്ടോ പാടുന്നതോടും കൂടി ചിന്തിക്കണം. ഈ കേസെടുത്തതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അല്ല, താങ്കൾ പറഞ്ഞ ആദ്യത്തെ ഹിന്ദു വികാരം വ്രണപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് വ്രണപ്പെട്ടത്? അവിടെ ഏതെങ്കിലും ഹിന്ദു വിശ്വാസത്തെ കളിയാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തെ ഏതെങ്കിലും തരത്തിൽ അതിനെ മോശമായി ചിത്രീകരിക്കുന്നുണ്ടോ? ഇനി അങ്ങനെയൊക്കെ ചിത്രീകരിച്ച പാട്ടുകളൊക്കെ ദൈവത്തിന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്ത് എത്രയോ സിനിമാ പാട്ടുകളും കവിതകളും ഒക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾ വ്രണപ്പെട്ടു എന്ന് പറയുന്നത്? വ്രണപ്പെട്ടു എന്ന് പറയുന്നത് നമ്മളെ ഈ ശബരിമലയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢ നീക്കം നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അല്ലെ ഡൽഹിയിലടക്കം പോയിട്ട് പാടേണ്ട വലിയ ആവശ്യമുണ്ട്. ഇത് രാഷ്ട്രീയ ഒരു രാഷ്ട്രീയമാണ് എന്നതിൽ സംശയമില്ല. ഈ വികാരം വ്രണപ്പെട്ടത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലല്ല. ആ വികാരം എങ്ങനെയാണെങ്കിൽ വ്രണപ്പെട്ട രീതി ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അല്ലല്ല, ശബരിമലയിലെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഒരു വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരു വാച്ച്മാനെ നിർത്തിയിട്ട് നമ്മൾ പോകുന്നു. അപ്പൊ കട്ടത് കഴിഞ്ഞാല് പിന്നെ ഇവിടുന്ന് ഒരു സാധനം കളവ് പോകുന്നു. അപ്പോ കളവ് പോകുമ്പോ പറഞ്ഞാല് പിന്നെ ഈ വീട്ടുടമ എന്റെ പേരിൽ കേസെടുക്കുക. അപ്പൊ ആർക്കും ഒരു ഉത്തരവാദിത്വം കട്ട് കൊണ്ടുപോയ കേസെടുക്കും. കേസെടുത്തിട്ടുണ്ടാവും. അതെല്ലാം നമുക്കറിയാം. പ്രേമൻ പറഞ്ഞത് ഹിന്ദു വികാരം ഈ പാട്ടിലൂടെ വ്രണപ്പെട്ടു എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആ പാട്ട് മുഴുവൻ വായിച്ചതാണ്, കേട്ടതാണ്. അതിലെവിടെയും ഏതെങ്കിലും ഹിന്ദു വികാരമല്ല, ഒരു മതത്തിന്റെ വികാരം വ്രണപ്പെടുന്ന ഒരു വരിയും അതിനകത്ത് എവിടെയും ഇല്ല. എവിടെയാണ്, എങ്ങനെയാണെന്ന് പറയുമെന്ന് വിശദീകരിക്കും. പാട്ട് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അല്ല, അതൊന്ന് പ്രേമനൊന്ന് വിശദീകരിക്കും. ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. ഞാൻ ഇന്ന് രാവിലെ കേട്ടതാണ്. അതിന് തർക്കത്തിനൊന്നും ഞാനില്ല. പക്ഷെ ഈ കേസെടുത്തതിനോടും ഞാൻ യോജിക്കുന്നുമില്ല. ശരി, എന്നാലും കൊള്ളാം. വികാരം വ്രണപ്പെട്ടു. പക്ഷേ വികാരം വ്രണപ്പെട്ടെങ്കിൽ കേസെടുക്കാൻ തർക്കമൊന്നുമില്ല. ശബരിമലയെ തകർക്കുന്നതിന് എതിരായിട്ട് നമുക്ക് വികാരമുണ്ട്. ഞാനൊരു വിശ്വാസിയാണ്. താങ്കൾ വിശ്വാസി എന്തോ ആയിക്കോട്ടെ, ചുമ്മാ ഒരു വികാരം വ്രണപ്പെട്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ എവിടെയാണ് ആ വികാരം, വ്രണപ്പെട്ട വികാരം എന്താണെന്ന് പറയണ്ടേ? ശബരിമലയെ പറ്റിയിട്ട് ഇത്തരത്തിലുള്ള ഡൽഹിയിലടക്കം പോയിട്ട് ഇത്തരത്തിലുള്ള പാട്ട് പാടി പരിഹസിക്കുക, ഇപ്പൊ നമ്മൾ പരിഹാസപാത്രമാകുക ചെയ്യുന്നു. ഡൽഹിയിൽ അതിനെന്താണ് കുഴപ്പം ശ്രീ പ്രേമൻ? അത് രാഷ്ട്രീയമായി അങ്ങ് എത്രയോ പരിഹാസങ്ങൾ പാട്ടുകൾ പാടിയിരിക്കുന്നു. ഈ ഇത്തരം ദേവാലയങ്ങളിൽ ഇത്തരത്തിലെ പാട്ടുകളെ പറ്റിയല്ലോ രാഷ്ട്രീയം കലർത്തി പാടുന്നതിനോട് ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. പ്രേമന്റെ അഭിപ്രായം അങ്ങനെ. എന്തായാലും കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല കേരളത്തിലെ പാട്ടുകളുടെയും കവിതകളുടെയും പാരഡികളുടെയും ഒന്നും ചരിത്രം. ശ്രീ പ്രമോദാണ്, കൊല്ലത്ത് നിന്നാണ്. ശ്രീ പ്രമോദ്, ശരിക്കും ഇവിടെ വ്രണപ്പെട്ടത് മതവികാരമാണോ, അതോ ഈ പരാജയം ഉണ്ടായപ്പോൾ ആ പരാജയത്തെ കൂടുതൽ മോശമാക്കാൻ വേണ്ടി ചിലർ നടത്തുന്ന നീക്കമാണോ പാർട്ടിക്കുള്ളിൽ തന്നെ? അതെ അതെ സാറേ, ഇത് നമ്മുടെ ഭാരതം എന്ന് പറയുന്ന മതേതരത്വ ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വർഷങ്ങളായില്ലേ. ഇനി എന്റെ മക്കൾ, ഞങ്ങൾ ഹിന്ദുക്കളാണ്, എന്റെ മക്കളെ വേദം പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ഈ പാട്ട് അസ്വസ്ഥതയൊന്നും ഉണ്ടായില്ല. ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം. അതിനൊത്ത് സഞ്ചരിക്കാൻ ഇടതുപക്ഷക്കാർക്ക് പറ്റുന്നില്ല. ഈ നമ്മുടെ നാട്ടിൽ വന്ന മാറ്റങ്ങളൊന്നും അവരറിയുന്നില്ല. അവരേതോ ദുഷിച്ച നാട്ടിൽ ഇങ്ങനെ ജീവിക്കുക. അതിന്റെ ഫലമാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് അവർ അനുഭവിക്കാൻ പോകുന്നത്. ഇത് ശരിക്കും ഒരു ഹിന്ദുവിനെയും ശരിക്കും ഒരു നല്ലൊരു കലാസൃഷ്ടി സംഭവം. ഇങ്ങനെയൊക്കെ കലയെ ഉൾക്കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള അതിനകത്തൊരു മതവും ഒന്നും നമുക്ക് തോന്നിയില്ല. ഞാൻ എന്റെ മക്കളെ വേദം പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾ ആത്മാർത്ഥ ഹിന്ദുക്കളാണ്. ഞങ്ങൾക്ക് ഒരു നഷ്ടമായിട്ട് തോന്നിയതുമില്ല. ശ്രീ പ്രേംജിത്ത് ആണ്, കോഴിക്കോട് നിന്നാണ്. ശ്രീ പ്രേംജിത്ത്, ഇന്നലെ രാജു എബ്രഹാം പറയുന്നു മതവികാരം വ്രണപ്പെട്ടു, പരാതി ഗൗരവമാണ്, അന്വേഷിക്കണം. അതിനുശേഷം സൈബർ പോലീസ് കേസെടുക്കുന്നു, മെറ്റയ്ക്ക് വരെ നോട്ടീസ് അയക്കാൻ പോകുന്നു. ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു അങ്ങനെ ഒരു മതത്തിൻ്റെയും വികാരമൊന്നും വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പാട്ടുകളൊന്നും പാടില്ല, പാരഡി പാട്ടുകളൊന്നും, ഇത്തരം പാട്ടുകളൊന്നും ഞങ്ങളാരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ പറ്റി ഗൗരവം പ്രസംഗിക്കുന്ന CPM ആൾക്കാർ തന്നെ ഇത്തരത്തിൽ പറയുമ്പോൾ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. അതായത് ഈ അമ്മിണിയെ പോലത്തെ ആൾക്കാരെ ശബരിമലയിൽ കയറ്റിയ, സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയ ഒരു ഭരണകൂടമാണിത്. ആ ഭരണകൂടം പറയുമ്പോൾ ഒരു തമാശയായിട്ട് തന്നെ ഇതിനൊക്കെ കാണാൻ പറ്റുള്ളൂ അല്ലേ? ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ പ്രേംജിത്ത്. ശ്രീ അജിത്താണ്, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അജിത്ത്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? സാറേ, ഈ കേട്ടത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും വലിയ തമാശ. കാരണം നമ്മുടെ പഴയ പാട്ട് പ്രസ്ഥാനങ്ങളും കുഞ്ചൻ നമ്പ്യാരെയും ഒക്കെ ആക്ഷേപഹാസ്യവും ഒക്കെ കേട്ട് നമ്മൾ വളരെ സ്വയം വിമർശിക്കുകയൊക്കെ ചെയ്ത ഒരു സമൂഹത്തിന്റെ മുമ്പ് ഒരു കൂട്ടര് എന്ന് കൊഞ്ഞനം കുത്തുന്നത് പോലെ തോന്നുന്നത്.
ഇത് എന്ത് കണക്കാണ് ഇത്? പരിഷ്കൃത സമൂഹത്തിന്റെ മുമ്പ് ഈ നിയമങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കുറെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇടതുപക്ഷമാണ്, നമ്മളും ഇടതുപക്ഷത്ത് നിന്നാണ് ചിന്തിക്കുന്നതും കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷേ അതിന് ചേർന്നാണോ എന്നുള്ളത് ഭയങ്കരമായിട്ട് നമ്മളൊന്ന് ഒരു സ്വയം വിമർശനം നടത്താനുള്ളതാണ്. ഇതുമായിട്ട് പോയ ആളുകളല്ല. അതാണ് എൻ്റെ ഒരു ചിന്ത. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രാധാകൃഷ്ണനാണ് വൈറ്റിലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, ഈ പാട്ടിനെതിരെ കേസെടുത്തിരിക്കുന്നു, അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു മന്ത്രിയും CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും ഒക്കെ സംസാരിക്കുന്നു. ജില്ലാ സെക്രട്ടറി പറയുന്നത് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കുമെന്നൊക്കെയാണ്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. എന്തിനും ഏതിനും പാരഡി ഗാനങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് CPM. മുമ്പ് കെ കരുണാകരനെതിരെ കലാഭവൻ മണി പാടിയത് കൈരളി TV-യിൽ എപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു പാർട്ടി ഇപ്പം ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ തോൽവി സംഭവിച്ചപ്പോ അവരുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു. പ്രതിച്ഛായ വീണ്ടെടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ പാട്ട് എഴുതിയവരുടെ പുറകെ പോയിട്ട് അവരെ പേരിൽ കേസെടുക്കുന്നതും ഒക്കെ. തോറ്റപ്പോഴുള്ള ഒരു ഇതാണ് ഇപ്പൊ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്. പക്ഷെ ഇത് ഭയങ്കര ഇപ്പൊ ഈ ശബരിമല അടക്കം ഈ ഇത്രയും കൊള്ളയടിച്ച് ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി നശിപ്പിച്ച ഈ പിണറായി വിജയനെതിരെയാണ് കേസെടുക്കേണ്ടത്. അല്ലാതെ നാട്ടുകാർ, ഈ പാവപ്പെട്ട നാട്ടുകാർക്കെതിരെയല്ല എടുക്കേണ്ടത്. പാവങ്ങള് രക്ഷയില്ല, ജീവിക്കാൻ വേറെ വഴിയില്ലാതെ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ കഷ്ടമാണ്. അധികാരം ദുരുപയോഗം ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പൊ തോറ്റപ്പോ തന്നെ ഗുണ്ടായിസോട്ട് ഇറങ്ങിയേക്കണേ. പല സ്ഥലങ്ങളിലും കണ്ടില്ലേ, തല്ലും വോട്ട് ചെയ്തവര് ഇവർക്ക് വോട്ട് ചെയ്തില്ല നമ്മുടെ തല്ലും കാര്യങ്ങളായിട്ട് ഇറങ്ങിയത് വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ അഹമ്മദ് ബാവയിലേക്ക് പോകുന്നതിന് മുമ്പ് വേഗത്തിൽ ഒന്നുണ്ട് യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. അത്രയ്ക്ക് തീവ്രത ഹിന്ദുക്കൾക്കില്ല എന്ന് വേണുഗോപാൽ പറയുന്നു. ശ്രീദേവി പറയുന്നു, കാവിലെ പട്ട് മത്സരത്തിൽ തോറ്റു നിൽക്കുന്ന അപ്പുക്കുട്ടന്റെ വികാരമാണ് ഇപ്പോൾ CPM-ന് ഉണ്ടായിട്ടുള്ളതായി തോന്നുന്നത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നമസ്കാരം, ഏതോ ഒരാളല്ല, ഇദ്ദേഹം CPM-ന്റെ പ്രവർത്തകനാണ്, അദ്ദേഹത്തിൻ്റെ അനിയൻ CPM കൗൺസിലറാണെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നൊക്കെ ജയകുമാർ പറയുന്നു. പാർട്ടിക്കുള്ള തീവ്രത ജനങ്ങൾക്കില്ലാതെ ഇലക്ഷനിൽ തെളിഞ്ഞതല്ലേ എന്ന് ജയകുമാർ ചോദിക്കുന്നു. എന്തായാലും നമുക്ക് അഹമ്മദ് ബാവയിലേക്ക് വരാം. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. അയ്യപ്പസ്വാമിയെ അവഹേളിച്ചു എന്ന്, അല്ലെങ്കിൽ അവഹേളിക്കുന്നതിനെ പറ്റി, അപമാനിക്കുന്നതിനെ പറ്റി വേദന ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ പാട്ടുണ്ടല്ലോ, അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഒരു പരാതി ഇവര് നൽകിയില്ലല്ലോ. ആ സമയത്ത് എന്തുകൊണ്ടാണ് ഇവര് പരാതി നൽകാഞ്ഞത്? ഇവർ വിചാരിച്ചത് നിലാവില്ല എന്ന് കരുതി നേരം വെളുക്കുന്നവരെ കക്കാൻ നിൽക്കരുത്, നേരം വെളുക്കുന്നതിന്റെ മുൻപ് കട്ടൊഴിവാകണം, നിലാവില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ കക്കാൻ നിൽക്കരുത്. അപ്പൊ ഇവര് വിചാരിച്ച് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ ഇവരിതെല്ലാം കൂടി അങ്ങോട്ട് ഒന്നാകെ വീഴാന്നാ വിചാരിച്ച, അത് റിസൾട്ട് വേറൊരു വഴിക്ക് മാറിപ്പോയി. അപ്പൊ വന്ന അങ്കലാപ്പാണ്. പിന്നെ ബൈക്കിനെതിരിൽ കേസെടുത്ത പിണറായി സർക്കാരിന് പാട്ടിനെതിരിലും കേസെടുക്കാം. ഞങ്ങളടുത്ത താനാളൂര് ഇവര് പാടിയ പാട്ട് അവിടെ വെച്ചിട്ടാണ് ഇവർ ഇത് കേസെടുക്കണം എന്ന് പറയുന്നത്. ഇത് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഒക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ ജനങ്ങളുടെ ഒക്കെ വായത് മൂടിക്കെട്ടാൻ പറ്റുമോ? ജനങ്ങൾ ഇതിങ്ങനെ പാടിക്കാണ്ട് നടക്കൂല. തീരെ പാട്ട് അറിയാത്ത ഒരാളാണ് ഞാനും. ഇപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയാണ്. അപ്പൊ ലോകൈക വിഡ്ഢിത്തരം എന്നല്ലാതെ ഇതിനൊക്കെ എന്താ പറയാ? കറുപ്പിനെ പേടി, പാട്ടിനെ പേടി, ഈ ഒരു തരം മാനസിക വിഭ്രാന്തി പിടിപെട്ടിരിക്കുകയാണ് ഇപ്പൊ ഇവർക്ക്. തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് UDF-കാർക്ക് ഞങ്ങൾ വിചാരിച്ചതിലും 10 സീറ്റും കൂടി അധികം കിട്ടാനുള്ള ഒരു പരിപാടി ഇവരെന്നെ ചെയ്തു തരികയാണ്. എല്ലാ സമയത്തും ഇവർ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർക്ക് നന്ദി അറിയിക്കുകയാണ്. അല്ലാതെ അയ്യപ്പ ഭക്തിയൊന്നും ഇതിലെല്ലാം ഇപ്പൊ അവർക്കും അറിയാമെന്നുള്ളതാ. ഏതായാലും ഈ പ്രാവശ്യം മകരവിളക്കിന് ധാരാളം അയ്യപ്പന്മാര് ശബരിമലയിലേക്ക് ഉണ്ടാവും. CPM-ലുള്ള വളരെ അധികം ആളുകൾ മാലയിടാൻ പോവുകയാണെന്നാണ് കേട്ടത്. അതും സന്തോഷമുള്ള ഒരു സംഗതിയാണ്. ശ്രീ അഹമ്മദ് ബാബ, എന്തായാലും അങ്ങനെ ശബരിമല പോകുന്ന ഭക്തർക്ക് അങ്ങനെ CPM, കോൺഗ്രസ്, BJP എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. സ്വാഭാവികമായും മുൻകാലങ്ങളിലുമൊക്കെ ഇടതുപക്ഷക്കാരൊക്കെ, ഈ പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ ഇടതുപക്ഷക്കാരെല്ലാവരും ശബരിമല പോകുന്നതാണ്.
അങ്ങനെ കേട്ടില്ല. കൂടും. ഏ CPM ഇപ്പൊ ഇപ്രാവശ്യം ആളുകൾ കൂടുതൽ പോകുന്നതാണ് ശരി പറഞ്ഞത്. അഹമ്മദ് ബാബ, അങ്ങനെ ഇങ്ങനെ പാർട്ടി കണക്കൊന്നും ആരും എടുത്തിട്ടില്ലല്ലോ, ആളുകൾ കൂടും കൂടില്ല എന്ന്. ശരി അല്ലാതെ എന്റെ ഒരു ഇതാണ്, എന്റെ ഒരു ശരി, ഓക്കെ, തോന്നലാണ്. താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്ക് പറയുന്നത്. ശരി, ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? യഥാർത്ഥത്തിൽ ഇത് ആരുടെ വികാരമാണ്? മതവികാരം വ്രണപ്പെട്ടു എന്നൊക്കെ CPM-ന്റെ നേതാക്കൾ ആശങ്കപ്പെടുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അല്ല, ഇത് സത്യത്തിൽ ഇത് നമ്മളെ സുനാമി ഒന്ന് നമ്മൾ മറന്ന്, കൊറോണ ഒന്ന് നമ്മൾ മറന്ന്, ഇതുപോലുള്ള മാരകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കേരളത്തിൽ സംഭവിച്ച് നമ്മളതെല്ലാം മറന്ന് അതിനെയൊക്കെ അതിജീവിച്ചു പോയി. പക്ഷെ ഈ വിഡ്ഢികൾ എന്താ ചെയ്യണത്? ഈ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഈ കുത്തിപ്പൊക്കിയിലായിരുന്നെങ്കിൽ അതങ്ങ് മറന്നുപോയതിനെ ആളുകൾ. അതിനാവശ്യമില്ലാതെ ചൊറിഞ്ഞ് അവര് പുണ്ണാക്കുകയാണ്. ആ തോൽവിയുടെ അത് സമ്മതിക്കില്ല. അവര് തോറ്റു എന്ന് അവരെ കൊന്നു കളഞ്ഞാലും സമ്മതിക്കില്ല. എത്ര ഇനി അങ്ങേയറ്റം ഇനി വട്ടപൂജ്യത്തിൽ പോയാലും അവർ സമ്മതിക്കില്ല എന്നുള്ള ഒരു സത്യമാണ്. പക്ഷേ ഇപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്ന ഇതിനെ കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന, നേരത്തെ ഒരു കൂട്ടാൻ പറഞ്ഞ കണക്ക് മൈക്കിന് എതിരെ കേസെടുത്ത് ഇതുപോലെ അവർക്ക് ഈ വിശ്വാസികളെ എന്തോ ഭയങ്കര ദ്രോഹം ചെയ്തതായിട്ടാണ് ഇപ്പൊ ഇവർ പറഞ്ഞു നടക്കുന്നത്. ഇതാണ് ആളുകൾ ചിരിച്ചു പോകുന്നത്. അവിടെയാണ് ചിരി, അല്ലാതെ കേസെടുക്കുന്നത് ഇതൊന്നുമല്ല. വിശ്വാസികളെ നാണം കെടുത്തി ഇങ്ങനെ അയ്യപ്പനെതിരെ പാട്ടെഴുതി അവരെ ദ്രോഹിച്ചു എന്നാണ് പറയണത്. പറയുന്നത് ആര്? ഇവിടുത്തെ CPM-ന്റെ നേതാക്കന്മാര്. സാറ് നേരത്തെ പറഞ്ഞ കണക്ക് സാധാരണക്കാരായിട്ടുള്ള എന്റെ നാട്ടിലുള്ള എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളുമായിട്ടുള്ള ഒരുപാട് ഇടതുപക്ഷക്കാരുണ്ട്. അവര് വ്രതമെടുത്ത് അവര് നല്ല അന്തസ്സായിട്ടാണ് ശബരിമലയിൽ പോകുന്നത്. അവർക്കൊന്നും ഈ വലിയ നേതാക്കന്മാരെ പോലുള്ള ആയിട്ടൊന്നുമില്ല. അവര് ഇതിന് സപ്പോർട്ടാണ്. ഈ പാട്ട് അവരെ ആസ്വദിക്കുകയാണ്. ഇവരിപ്പോ ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്ന ഇത് ആളുകളങ്ങ് മറന്നു പോകില്ലായിരുന്ന ഇത് 4 ദിവസം കഴിയുമ്പോ എല്ലാരും മറക്കും. നമ്മൾ ഇതിന്റെ അപ്പുറമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? എന്തെല്ലാം പീഡന കേസുകൾ വന്ന് അത് മറക്കുന്നില്ലേ? ഉണ്ണികൃഷ്ണൻ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റൊരു ഉണ്ണികൃഷ്ണനാണ്, ചടയമംഗലത്ത് നിന്നുള്ള ഉണ്ണികൃഷ്ണനാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഈ പാട്ടിനെതിരെയും ഗാനരചയിതാവിനെതിരെയും പാട്ടുപാടിയവർക്കെതിരെയും ഒക്കെ കേസെടുത്ത രീതിയെയും അതിനെയൊക്കെ അനുകൂലിച്ചുകൊണ്ട് ഒരു മന്ത്രിയും CPM-ന്റെ മറ്റു നേതാവും ഒക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ. സാറേ, എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതുവരെയുള്ള ഒരു പ്രശ്നമല്ല ഇന്ന് നേരിട്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ കഴിഞ്ഞ 40 വർഷമായിട്ട് എന്റെ പ്രായത്തിലുള്ളവർ കണ്ടുകൊണ്ടിരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും അസംബ്ലി ആയാലും ഈ മാറി മാറി വരുന്ന ഒരു ഭരണമായിരുന്നു. കോൺഗ്രസിന്റെ ആയാലും ഇടതുപക്ഷത്തിന്റെ ആയാലും. പക്ഷെ അവരുടെ ഈ മനസ്സിനെ വല്ലാതെ ഉലച്ചിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കുറച്ച് BJPക്ക് കുറെ സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു അങ്കലാപ്പ് ഇവർക്കുണ്ട്. അത് മാത്രമല്ല, രാജു അബ്രഹാം എന്ന് പറയുന്ന പത്തനംതിട്ടക്കാരന്റെ വിഷമം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതായത് പത്തനംതിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ രാജു അബ്രഹാം ഇല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വികാരം അദ്ദേഹം പ്രകടിപ്പിച്ചപ്പോഴത്തേക്ക് അത് ഏറ്റെടുക്കാൻ പോയതാണ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ള ആൾക്കാരുടെ ഏറ്റവും വലിയൊരു മണ്ടത്തരം. ഇവർ വലിയൊരു മണ്ടത്തരം കാണിച്ചിരിക്കുന്നത്. രാജു അബ്രഹാം എന്തായാലും നാറി. അപ്പൊ ഈ തോടിനെ ചുമന്നു കഴിഞ്ഞാൽ ചുമന്നവന്മാരെല്ലാം മാറും. അതിൽ നിന്ന് എല്ലാവരും പിടിച്ച് കുറേശ്ശെ ഇങ്ങനെ പുറത്തു വെച്ച് തേച്ചിരിക്കുകയാണ്. ആകെ നാശമായിരിക്കുകയാണത്. നിസ്സാരമായ ഒരു കാര്യമാണ്. ഇന്നലെ അത് മാത്രമല്ല സാറേ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്താണ് നമ്മുടെ ഈ കലാകാരന്മാരിൽ ഏകദേശം ഞാൻ ഒരു കലാകാരനും കൂടിയാണ്. അപ്പൊ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള 70% ആൾക്കാരും അതിന്റെ യൂണിയനിൽപ്പെട്ടവരും ആ പ്രസ്ഥാനത്തെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കഞ്ഞിയിൽ പാറ്റ വീഴുന്ന പ്രശ്നം. മുമ്പേ ഒരു വ്യക്തി പറഞ്ഞാണ്, അത് കുഞ്ചൻ നമ്പ്യാരും VD രാജപ്പനൊക്കെ ജയിച്ചിരുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ ഊപ്പാട് വന്നേ. ഇപ്പൊ നിലവിൽ നാദർഷയൊക്കെയാണ് പ്രൊപ്പാലിറ്റിയുടെ ആൾക്കാരായിട്ട് ഇപ്പം നിലവിൽ നമ്മളെ മുമ്പിൽ ജീവിച്ചിരിക്കുന്നത്. അവരെ കഞ്ഞിയിലും പാറ്റ വീണിരിക്കുകയാണ് ഈ രീതിയിലാണെങ്കിൽ. അപ്പൊ ഇവർക്കൊരു അങ്കലാപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് കുറെ വോട്ടുകൾ കിട്ടി, കുറെ ഇത് സംഭവം വന്നു. അതുകൊണ്ട് ഇനി മാറി ഇനിയിപ്പോ ഞങ്ങൾക്ക് വരെങ്കിൽ അവര് വന്നു കളയുമെന്നൊരു ഭയം ഇവർക്ക് വന്നിട്ടുണ്ട്. ആ ഭയം സത്യത്തിൽ ഇവരെ ഉള്ളിൽ കിടുങ്ങിയിരിക്കുകയാണ്. അത് തന്നെയാണ് പ്രശ്നം. എന്റെ രാഷ്ട്രീയ മനോഭാവത്തിൽ ബോധ്യപ്പെട്ടൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ലോകദാസനാണ് കണ്ണൂരിൽ നിന്ന്. കണ്ണൂർ എവിടെയാണ് ശ്രീ ലോകദാസൻ? കണ്ണൂർ കാട്ടാമ്പള്ളി എന്ന് പറയുന്നത് പുതിയതൊരു. ശരി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പാട്ടിനെതിരെയൊക്കെ കേസെടുക്കാൻ ഒരു ഇടതുപക്ഷ സർക്കാർ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് പറഞ്ഞ ഈ അസഹിഷ്ണുത ഏറ്റവും കൂടുതലുള്ള ഒരു പ്രസ്ഥാനമാണ് CPM. അവർക്ക് അവരുടേതായ രീതിയിലുള്ള ആൾക്കാർക്ക് എന്ത് കേസിൽ വന്നാലും അവരത് പ്രതികരിക്കാനോ അല്ലെങ്കിൽ കേസെടുക്കാനോ തയ്യാറില്ല. പക്ഷെ
മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ അവർ നേരിട്ട് ഇടപെട്ട് പെട്ടെന്ന് കേസെടുക്കുന്നു, പെട്ടെന്ന് അതിന് വേണ്ടുന്ന പോലീസും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് നീക്കുന്നു. ഈ കേസ് ശരിക്കും കോടതിയിലെത്തിയാൽ അവരത് ചുരുട്ടിച്ച് അവറ്റുപറ്റിയാൽ ഇടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ലോകനാഥനാണ് വിളിച്ചത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്നും. ശ്രീ ഗോപകുമാർ, താങ്കൾ എങ്ങനെയാണ് ഒരു പാട്ടിനെതിരെയൊക്കെ കേസെടുക്കുന്ന ആളുകൾ, അതും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാ കാലവും ഉറച്ച നിലപാടൊക്കെ സ്വീകരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ നിൽക്കുമ്പോഴാണ് അതിനെ ന്യായീകരിക്കാൻ ചില മന്ത്രിമാരും ഒരു മന്ത്രിയും അതോടൊപ്പം തന്നെ ചില നേതാക്കളും? പറയൂ. നമസ്കാരം സാർ. നമസ്കാരം. നമ്മള് ഈ CPM-കാർക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ പിടുത്തമില്ല. എല്ലാം എന്ത് കണ്ടാലും പേടിയാണ്. ഇപ്പോ എന്ത് കണ്ടാലും പേടിക്കുക. കടപ്പ് കണ്ട പേടി, പാട്ട് കേട്ട പേടി, അങ്ങനെ എല്ലാത്തിനും ഇവർക്ക് പേടിയാണ്. ഇപ്പോ അവര് പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ MLA ആവാൻ വേണ്ടി ഇവിടെ മറ്റേ ആളുടെ പേര് പറയാൻ എനിക്ക് ലജ്ജ തോന്നുന്നതാണ്. എന്താ തൃപ്പൂണിത്തറ MLA ആയിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ആളുടെ പേര് എനിക്കറിയാം, അറിയാണ്ടൊന്നല്ല, ഞാൻ പറയില്ല അയാളുടെ പേര്. എന്താണ് അങ്ങനെ ഒരാളുടെ പേര് പറയുന്നതിന് അങ്ങനെ അത്ര മോശപ്പെട്ട ആളുകളൊന്നും അല്ലല്ലോ അവരാരും. അവരെല്ലാം അത്ര മോശപ്പെട്ട വ്യക്തിയാണ് സാർ, അത്ര മോശപ്പെട്ട വ്യക്തിയാണ്. എന്താണ് ശ്രീ ഗോപകുമാർ, അങ്ങനെ രാഷ്ട്രീയമായ വിമർശനം ഉന്നയിക്കാം. താങ്കൾ തൃപ്പൂണിത്തറ മുൻ MLA ആയിരുന്നത് എനിക്ക് പേരറിയാം, ഏത് M സ്വരാജാണ്. M സ്വരാജ് അങ്ങനെ കേരളത്തിലെ ഒരു മോശപ്പെട്ട നേതാവല്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ മികച്ച നേതാവ് കൂടിയാണ് M സ്വരാജ്. അങ്ങനെ ഒരാൾക്കെതിരെ രാഷ്ട്രീയമായ വിമർശനം ഉണ്ടെങ്കിൽ പറയാം. അതിന് പകരം അങ്ങനെ പേര് പറയാൻ പോലും മടിക്കുന്നു, അങ്ങനെ പേര് പറയാൻ അങ്ങനെ നാണക്കേടേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടാക്കിയ ആളാണോ സ്വരാജ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാറ് സംബന്ധിച്ച് ഞാൻ ഡീറ്റെയിൽ പറയാം. ശബരിമല അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു. ശബരിമലയിൽ മറ്റേ വെള്ളപ്പൊക്കം ഉണ്ടായത് ഇതുണ്ടായതൊക്കെ ശബരിമല അമ്മേനെ കല്യാണം കഴിച്ച് കണ്ണുനീരുകൊണ്ട് വന്നതാണ്. ശബരിമല നമ്മളെ കൊറോണ സമയത്ത് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ ആളല്ലേ ഇയാള്. M സ്വരാജ് അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ M സ്വരാജ് കൊറോണ കാലത്ത് കല്യാണം കഴിഞ്ഞതായി പറഞ്ഞാൽ എവിടെയും കണ്ടിട്ടുമില്ല. ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെ കേരളത്തിലെ ദൈവങ്ങളെ കുറിച്ചെല്ലാം എന്തെല്ലാം കഥകളുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള കഥകളുണ്ട്. അങ്ങനെ ഒറ്റ കഥ മാത്രമല്ല ഒരു ദൈവത്തെക്കുറിച്ചുമുള്ളത്. പല ദൈവങ്ങളെക്കുറിച്ച് പല തരത്തിലെ കഥകളുണ്ട്. വിവാഹിതനായ ദൈവമുണ്ട്, വിവാഹം കഴിക്കാത്ത ബ്രഹ്മചാരിയായുള്ള സങ്കല്പമുണ്ട്, വിവാഹം കഴിച്ച മക്കളുള്ള സങ്കല്പവും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഒരേ ദൈവത്തിന് തന്നെ പല സങ്കല്പങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട്. അതൊന്നും പറഞ്ഞുകൊണ്ട് ആരുടെയും മോശപ്പെട്ട ആളാവുന്നൊന്നുമില്ല സ്വരാജ്. അങ്ങനെ ഒരു കഥ ഉണ്ടെങ്കിൽ അത് പറയാം. അത് പറയുന്നത് എന്താണ് തെറ്റ്? നൈതിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പനെ പറ്റിയിട്ട് ഞാനതാണ് പറഞ്ഞത്. ഈ അയ്യപ്പനെയും ശാസ്താവിനെയൊക്കെ സംബന്ധിച്ച് പലതരത്തിലുള്ള കഥകളും വിശ്വാസങ്ങളും ഉണ്ട്. വിവാഹിതനായ കഥകളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മക്കളുള്ളതുകൊണ്ട് നൈതിക ബ്രഹ്മചാരിയായിരിക്കും സങ്കല്പമുണ്ട്. ഓരോ അമ്പലങ്ങളിലും ഓരോ തരം സങ്കല്പങ്ങളാണ്. ഈ സങ്കല്പങ്ങളൊക്കെ പല കാലങ്ങളിലും മാറിയിട്ടും മറിഞ്ഞിട്ടുമുണ്ട്. ഈ ശബരിമലയിൽ തീപിടുത്തം ഉണ്ടായതൊക്കെ അതിനുശേഷമല്ലേ അവിടെ തന്ത്രിമാർ പോലും വന്നത്. അപ്പൊ അതൊക്കെ കാലങ്ങളായി മാറി. ഇപ്പൊ തന്ത്രിമാർ ലോകം ഉണ്ടായ കാലം മുതൽ അവിടെ ഉള്ളതാണെന്ന മട്ടിലല്ലേ പറയുന്നത്. അങ്ങനെയൊന്നും അല്ല, ചരിത്രം അങ്ങനെയൊന്നും അല്ല. അത് പറഞ്ഞതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ കിട്ടി. അത് വേറെ കാര്യം. തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയും ഒക്കെ, തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കാര്യങ്ങൾക്ക് അനുകൂലമായ കാര്യം പറയുന്നവർ ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇനി നിങ്ങൾ പറഞ്ഞത് ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു. സ്വരാജ് പറഞ്ഞതായി ഞാൻ എവിടെയും കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ഇനി പറഞ്ഞാലും അങ്ങനെ പറഞ്ഞെങ്കിൽ ഓരോ ദൈവത്തെക്കുറിച്ചും അങ്ങനെ ഒട്ടേറെ കഥകളുണ്ട്. അത് പറയുന്നതിന് യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് അയാളുടെ പേര് പറയുന്നത് നാണക്കേടാന്നൊക്കെ താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നത്? പേര് പറഞ്ഞ ഇങ്ങനെ ശബരിമല അയ്യപ്പനെ പറ്റി നമുക്കൊരു ചിന്താഗതി, താങ്കൾക്കൊരു ചിന്താഗതി ഉള്ളവരെ എല്ലാവരും അതേപോലെ ചിന്തിക്കണമെന്നുണ്ടോ? ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചിന്തിച്ചൂടെ? അങ്ങനെ ചിന്തിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഒരാളും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഒരാളും പറയാത്ത ഒരാളും ഈ എന്റെ അഭിപ്രായത്തിൽ ഞാൻ 10-52 വയസ്സായിട്ട് ഒരു പൗരനാണ്, ഇതുവരെ കേട്ടിട്ടില്ല. ശ്രീ ഗോപകുമാർ, ഈ അയ്യപ്പ സങ്കല്പത്തെ കുറിച്ചും ശാസ്ത്ര സങ്കല്പത്തെ കുറിച്ചും ഒക്കെ പല തരത്തിലുള്ള കഥകളും പലതരത്തിലുള്ള വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം വിശ്വാസങ്ങളാണ്, അല്ലാതെ ഇതെല്ലാം ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ വിശ്വാസങ്ങളാണ്. ആ ഓരോന്നും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതിലൊന്നും ഒരു തെറ്റുമില്ല. അത്തരം വിശ്വാസങ്ങളൊക്കെ ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിലൊന്നും യാതൊരു തെറ്റുമില്ല. ആ വിശ്വാസങ്ങളെ കുറിച്ച് മറ്റൊരാൾ പറയുമ്പോൾ അതുകൊണ്ട് അയാൾ അത്ര മോശക്കാരനാണെന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. എനിക്ക് പറയാൻ കഴിയില്ല. സാർ മാത്രം പറഞ്ഞുകൊണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. നമ്മൾ മലപ്പുറം അടുത്തുള്ള പാലക്കാട് ജില്ലയുടെ ലാസ്റ്റ് മലപ്പുറം ജില്ലയുടെ സ്റ്റാർട്ടിങ്ങിലാണ് എന്റെ വീട്. അവിടെ ഇപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് മലപ്പുറത്ത് CPM-കാര് ഒരു പാരഡി ഗാനം ഉണ്ടാക്കിയല്ലോ. ഇതേ അയ്യപ്പ ഗാനത്തിന്റെ പാരഡി ഗാനം ഒന്നും ഉണ്ടാക്കിയല്ലോ. സാറ് കേട്ടോ? അത് ഞാൻ കേട്ടില്ല, ഞങ്ങൾ കേൾപ്പിക്കാം. അത് അങ്ങനെ ഒരു പാരഡി ഗാനുണ്ട്. മൂരിയെ കേറ്റിയെ എന്ന് പറഞ്ഞിട്ട് എല്ലാ പൈസ കൊടുത്ത് മുസ്ലിം ലീഗിനെ പറ്റിയിട്ടാ പറഞ്ഞിരിക്കുന്ന. ഇതന്നെ പാട്ട്, ഇതേ പാട്ടിന് പാരഡി ഉണ്ടാക്കിയിട്ട് അവർ ആ പാട്ട് ഒന്ന് അയച്ചു തരൂ, ഞങ്ങളൂടെ കേൾക്കട്ടെ. വേണമെങ്കിൽ നമുക്ക് നാട്ടുകാരെയും കേൾപ്പിക്കാം.
അങ്ങനെ ഒരു പാട്ടുണ്ട്. അങ്ങനെ ഒരു അത് ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരൂ, നമ്മൾ കേൾപ്പിക്കാമെന്നല്ലേ പറയുന്നത്. മലപ്പുറം ഞാൻ ഇപ്പൊ എടുക്കാൻ കഴിയുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് ഞാൻ അയച്ചു തരാം, സാറിന് അയച്ചു തരാം, ഇൻഡിവിജ്വലായിട്ട് അയച്ചു ശരി, തരാം. ഓക്കെ ഗോപകുമാർ. അപ്പൊ നമുക്ക് ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയമായി നിങ്ങൾക്ക് ആരെയും വിമർശിക്കാം, ഒരാളുടെ നിലപാടുകൾ വിമർശിക്കാം, പക്ഷെ ഒരാളുടെ പേര് പറയാൻ പോലും നാണക്കേടാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന് തക്കതായ എന്തെങ്കിലും കാരണം പറയണം. അല്ലാതെ ഒരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെ അയാളുടെ പേര് പറഞ്ഞാൽ നാണക്കേടാണ്, അയാൾ അയ്യപ്പനെതിരെ എന്തോ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് നാണക്കേടാണ് എന്ന മട്ടിൽ പറയുന്നത് ഒരു മാന്യമായ പ്രതികരണമല്ല എന്നതുകൂടി താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്. ഭക്തർക്ക് വ്രണപ്പെടുത്തുന്നതല്ലേ സാറേ? ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം പറഞ്ഞുകൂടെ? അങ്ങനെ ഏതെങ്കിലും കേട്ടാൽ വ്രണപ്പെടുന്നതൊന്നും അല്ലല്ലോ ഈ ഭക്തർ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പാട്ട് കേൾക്കുമ്പോഴേക്ക് വ്രണപ്പെടുന്നത്? വ്രണപ്പെടരുതെന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു ഭക്തൻ അങ്ങനെ ഇതൊന്നും കേട്ടാൽ ഒന്നും വ്രണപ്പെടില്ല. അത് തന്നെയാണ് എന്റെയും തന്നെ ആവശ്യം തന്നെയാണ്. ഇത് പാട്ട് കേൾക്കുമ്പോഴേക്ക് എങ്ങനെ വ്രണപ്പെടും ഇവർക്ക്? ഇങ്ങനെ ഒരു പാട്ട് കേൾക്കുമ്പോഴേക്ക് വ്രണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവർ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ആരെയാ? ശരി ശ്രീ ഗോപകുമാർ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം താങ്കൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ രാധാകൃഷ്ണനാണ്, ചാത്തന്നൂരിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ ഒരു CPIയുടെ പ്രവർത്തകൻ കൂടിയാണല്ലോ. സ്വാഭാവികമായും ഇടതുപക്ഷം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിലപാട്, സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, അതാണ് ചരിത്രം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പാർട്ടി തന്നെ ഭരിക്കുമ്പോൾ ഇവിടെ ഒരു പാട്ട് എഴുതിയതിൻ്റെ പേരിൽ രചയിതാവിനെതിരെയും പാടിയ ആൾക്കെതിരെയും ഒക്കെ കേസെടുക്കുന്ന അവസ്ഥ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? താങ്കൾ പറഞ്ഞത് പ്രകാരം വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് താങ്കൾ പറഞ്ഞത്. ഇതിൽ വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമൊന്നുമില്ല, എന്നാൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് താനും. ഇതിൽ നോക്കൂ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇതിൽ ആ പാട്ടിനകത്ത് പറഞ്ഞേക്കുന്നത് സഖാക്കളാണേ അയ്യപ്പ എന്നാണ്. ലക്ഷക്കണക്കിന് സഖാക്കൾ ത്യാഗം സഹിച്ചാണ് ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോയത്. 2 വിവരദോഷികളോ 3 വിവരദോഷികളോ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി നടപടിയെടുത്തേക്കുന്നത് CBI അല്ലല്ലോ, കേരളത്തിലെ പോലീസല്ലേ നടപടിയെടുത്തേക്കുന്നത്. നമ്മളുടെ പാർട്ടിയിൽ ഒരാൾ പ്രവർത്തിക്കാനായിട്ട് നാളെ വന്നു കഴിഞ്ഞാൽ അയാളെ നമുക്കിപ്പോ ചക്ക തുറന്നു നോക്കുന്നതൊക്കെ തുറന്നു നോക്കാൻ ഒക്കത്തില്ല. എല്ലാ പാർട്ടിയിലും കുഴപ്പക്കാരുണ്ട്. ശിവകുമാറിന്റെ കാലം തൊട്ട്, പ്രയാറിന്റെ കാലം തൊട്ട് അവിടെ ദേവസ്വം ബോർഡിൽ ചോദിച്ച് മേടിക്കുകയാണ് ജോലി. അതറിയാമോ? മാധ്യമപ്രവർത്തകനായിട്ട് താങ്കൾക്ക് അറിയാമെന്നാണ് തോന്നുന്നത്. എല്ലാ സർക്കാരുകൾ ഇരിക്കുമ്പോഴും അവിടെ കയ്യിട്ട് വായിട്ടുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഇങ്ങനെ ഒരു പാരഡി പാട്ട് വരുന്നു. എത്രയോ പാരഡി പാട്ടുകൾ താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ താങ്കൾ കേട്ടിരിക്കുന്നത്, അത് താങ്കളുടെ പാർട്ടിയുടെയും മറ്റു പാർട്ടികളുടെയും ഒക്കെ കേട്ടിരിക്കുന്നു. ആ പാട്ടൊന്നും പാടിയിട്ട് കേരളത്തിൽ ആരുടെയും മതവികാരമൊന്നും വ്രണപ്പെട്ടിട്ടില്ല. ഈ പാട്ട് സംഘടനയുടെ ഒരാൾ കൊണ്ടുകൊടുക്കുന്നു. അപ്പോൾ അതിന്റെ പേരിൽ കേസ് എടുക്കാൻ ഒരു സൈബർ പോലീസ്, അതിനെ ന്യായീകരിക്കാൻ ചില നേതാക്കൾ. ഇതെങ്ങനെയാണ് ഇടതുപക്ഷ നയമാകുന്നത്? എനിക്കതിൽ പറയാനുള്ളത്, ഇതിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയോ അല്ലെങ്കിൽ ഇതിൽ പാരഡിയുടെയോ വിഷയമല്ല. മുമ്പ് ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ പാരഡി പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനകത്തുള്ള സങ്കീർണത എന്ന് പറയുന്നത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് സഖാക്കളെ ബന്ധപ്പെടുന്ന ഒരു പാട്ടാണ് അതിനകത്ത്. സ്വാഭാവികമായിട്ടും അങ്ങനെ പറയില്ലേ? കോൺഗ്രസ്സുകാരെ തെരുവിളിച്ചുകൊണ്ട്, കോൺഗ്രസ്സുകാരെ കളിയാക്കിക്കൊണ്ട്, BJPക്കാരെ കളിയാക്കിക്കൊണ്ട്, ഈ സഖാക്കളെ കളിയാക്കിക്കൊണ്ട്, CPMനെയും കോൺഗ്രസിനെയും പ്രധാന നേതാക്കളെ കളിയാക്കിക്കൊണ്ടൊക്കെ എത്ര പാട്ടിറങ്ങിയിരിക്കുന്നു. ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോഴത്തെ പിണറായി വിജയനെയും ഉമ്മൻചാണ്ടിയെയും മോദിയെയും ഒക്കെ കളിയാക്കുന്ന, അവരെയൊക്കെ പരിഹസിക്കുന്ന എത്ര പാരഡി ഗാനങ്ങൾ ഇറങ്ങിയിരിക്കുന്നു. അന്നേരം ഒന്നും ആർക്കും ഒരു വികാരവുമില്ലല്ലോ. അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. തീർച്ചയായും ഞാൻ അതിലേക്ക് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എത്രയോ സിനിമയുടെ സൂപ്പർ ഹിറ്റ് പാരഡികൾ ഇറങ്ങി, അതിലൊന്നും ഇടതുപക്ഷമോ ഞങ്ങൾ ആരും പരാതി പറഞ്ഞില്ലല്ലോ. ഇവിടെ എന്താണ് പരാതി? ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അയ്യപ്പന്റെ എല്ലാവരും സാധാരണഗതിയിൽ നമ്മളൊക്കെ അറിയാലോ, പാട്ട് പാടാത്തവർ പോലും ഈ ചില ഹിറ്റ് പാട്ടുകൾ അല്ലെങ്കിൽ മനസ്സിൽ തറയ്ക്കുന്ന ചില പാട്ടുകൾ നമ്മൾ മൂളിപ്പാട്ട് പാടും. അത്തരത്തിലുള്ളൊരു പാട്ടിനെ അയ്യപ്പന്റെ സ്വത്വത്തെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് തികച്ചും കോമഡിയായിട്ട് ഒരു സർക്കാരിനെ അവഹേളിക്കുന്ന ഒരു പാട്ടായിട്ട് അത് ബ്രാൻഡാക്കി. അയ്യപ്പന്റെ ബ്രാൻഡിനെ മാറ്റി ഇതൊരു സർക്കാരിന്റെ എതിരെ ഉള്ള ബ്രാൻഡാക്കി മാറ്റുകയാണ്. മറ്റൊന്നും തെരഞ്ഞെടുപ്പിൽ അത് ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രതിരോധിക്കും. വലിയ പാട്ടാക്കി ഇറക്കിയിട്ടില്ലേ? അന്നൊന്നും തോന്നിയില്ലല്ലോ ഇതൊന്നും. അത് സാധാരണ പാട്ടാണ്. അയ്യപ്പന്റെ പാട്ടൊന്നും അയ്യപ്പന്റെ പാട്ട് എന്താണ് കുഴപ്പം? ഇതേ അയ്യപ്പന്റെ പാട്ട് തന്നെയല്ലേ മന്ത്രിയെ അയ്യപ്പ എന്ന് പറഞ്ഞ് കെ കരുണാകരന്റെ കാലത്തിറക്കിയത്? അന്നും കുഴപ്പമില്ലായിരുന്നല്ലോ. അതൊന്നും അയ്യപ്പന്റെ ഗുരുവായൂരപ്പനെ കുറിച്ചൊന്നും ഞങ്ങൾ പാട്ട് എഴുതിയിട്ടില്ല. കരുണാകരന്റെ കാലത്തും കരുണാകരൻ ഗുരുവായൂർ ഭക്തനാണെന്ന് ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷം പാട്ട് ഓർമ്മയുണ്ടോ? അന്ന് കരുണാകരന്റെ അവിടുത്തെ ഗുരുവായൂരിലെ സ്വർണ്ണമാല മോഷണം പോയപ്പോൾ ചെപ്പ് തുറക്കണ ചങ്ങാതിയുടെ കരുണാകരനെ ആക്കിക്കൊണ്ട് ചെപ്പ് തുറന്നു നോക്കിയാൽ സ്വർണ്ണമാല എവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ഉണങ്ങിയ പാട്ടുകളൊക്കെ ഓർമ്മയില്ലേ? ഇതെല്ലാം സ്വാഭാവികമാണ് ശ്രീ രാധാകൃഷ്ണൻ. ഇപ്പോഴായാലും അന്നായാലും തമ്മിൽ വ്യത്യാസമുണ്ടോ?
അന്ന് വിമർശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തറയ്ക്കുകയില്ല. ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയ ഒരു വജ്രായുധമാണ്. അതിൽ നമ്മൾ ഓരോന്നും പടച്ചു വിടുമ്പോൾ സൂക്ഷിക്കണം. കരുണാകരന്റെ കാലത്തുള്ള സോഷ്യൽ മീഡിയ സംവിധാനം, മാധ്യമ സംവിധാനമാണോ ഇന്ന്? അന്ന് എത്ര ചാനലുണ്ട്? കരുണാകരൻ ഭരിക്കുമ്പോൾ കേരളത്തിൽ എത്ര ചാനലുണ്ട്? ഏഷ്യാനെറ്റ് പോലും എന്നാണ് വന്നത്? അപ്പൊ താങ്കൾ ഇതുകൂടെ പറയും, അന്നത്തെ ഇടതുപക്ഷം അല്ല ഇന്നത്തെ ഇടതുപക്ഷം, ഞങ്ങളുടെ നയം മാറി എന്നുകൂടി പറയേണ്ടി വരും. നയമൊന്നും ഞങ്ങൾ മാറത്തില്ല. അതിനകത്ത് ഈ ഇദ്ദേഹം ചെയ്തത് എന്ന് പറയുന്നത് അങ്ങേയറ്റം ഗുരുതരമായിട്ട് ഒരു സാധാരണ മനുഷ്യൻ മൂളിപ്പാട്ട് പാടുന്ന നമ്മുടെ ഹൃദയത്തിന്റെ ഹൃദയമാണ്. ഞാനൊരു ഭക്തനാണ്, ഇടതുപക്ഷക്കാരൻ ഒരു ഭക്തനാണ്, അയ്യപ്പ ഭക്തനാണ്. ഹൃദയത്തിൽ പാട്ടിനെ വികൃതമാക്കി ഒരു അയ്യപ്പന്റെ ബ്രാൻഡഡ് പാട്ട് എക്കാലത്തും മറ്റൊരു കാര്യം അറിയാമോ, ഈ പാട്ട് തന്നെ ഒറിജിനൽ പാട്ടല്ല. ഇത് തന്നെ ഒരു സൂഫി പാട്ട്, നാഗൂറിലെ സൂഫികളുടെ പാട്ടാണ്. അത് ഒരു എന്ന് പറയുന്ന ഒരു പാട്ടിന്റെ അതേ ട്യൂണിലാണ് ഈ പാട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ എടുക്കുന്ന പാട്ടുകളെല്ലാം അങ്ങനെയൊക്കെ വരുന്നതാണ്. അപ്പൊ ആ പാട്ടിന്റെ പാരഡിയാണ് ഈ പാട്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ പാരഡിയാണ് ഇവരുണ്ടാക്കിയത്. പാട്ടിന് പല പാരഡികളുണ്ടാവും. അതൊന്നും ഒരു വിഷയമല്ല ശ്രീ രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രിയും ഒക്കെ വളരെ വികലമായിട്ട് അവഹേളിക്കുന്നതാണ്. അവിടെ കുറ്റവാളികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കും. ഈ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ മന്ത്രിമാർക്കെതിരെ ഉള്ള ഒരു ആരോപണം ആണോ ഇതിനകത്ത്? ഇതിനെ വളരെ താറടിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ എത്രത്തോളം ഇകഴ്ത്താം. അതായത് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുന്നതും റിമാൻഡിൽ കഴിയുന്നതും ജയിലിൽ കഴിയുന്നതുമായ നേതാക്കളൊക്കെ ഏത് പാർട്ടിയുടെ നേതാക്കളാണ്? ഏതിന്റെ പേരിലാണ്? ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിന്റെ പേരിൽ. തീർച്ചയായിട്ടും അവരെ ശിക്ഷിച്ചല്ലോ. അവരെ ശിക്ഷിച്ചത് സ്വാഭാവികമായി ചോദിക്കില്ലേ? നിങ്ങളുടെ ഭരണം നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ആളുകൾ അതിൽ എന്തായാലും മോഷണം നടന്നുള്ള യാഥാർത്ഥ്യമാണല്ലോ. അവർക്ക് അത് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. അവർ നേരിട്ട് പങ്കെടുത്തോ ഇല്ലയോ എന്ന് മാത്രമേ ഉള്ളൂ അറിയാൻ. എന്തായാലും അവർക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. മുൻകാലങ്ങളിലൊന്നും കുറ്റവാളികൾ പാർട്ടികളിൽ ഉണ്ടായിട്ടില്ലേ? വടക്കേന്ത്യയിലടക്കം വ്യാപം അഴിമതി എന്ന് പറയുന്നത് മൃഗീയമായ. താങ്കൾ വ്യാപത്തിലേക്കൊന്നും പോകണ്ട. താങ്കൾ തൽക്കാലം ഇത് ഇടതുപക്ഷ നിലപാടാണോ എന്നുള്ളത് താങ്കൾ തന്നെ പറയുന്നത് അങ്ങനെയല്ല. പണ്ട് പാർട്ടിയെയും ഒരു പരിധിയിൽ കഴിഞ്ഞ് അവഹേളിക്കുന്നത് ശരിയല്ല. ഞങ്ങൾ ആരും ഒരു വ്യക്തിയെ ഞങ്ങളൊക്കെ നാട്ടിൽ അന്വേഷിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു പാർട്ടിയും ഒരു വ്യക്തിയെ ഞങ്ങൾ അവഹേളിക്കുന്നില്ല. താങ്കൾ ഒരു കാര്യം ചെയ്യും രാധാകൃഷ്ണൻ, ഈ മുമ്പൊക്കെ ഇറങ്ങിയ ഇടതുപക്ഷത്തിന് തന്നെ പാട്ടുകളൊക്കെ പാരഡി സിനിമാ പാട്ട് ഇറക്കിക്കോട്ടെ, വേറെ ഇറങ്ങിയല്ലോ. തീർക്കുന്ന ആളല്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് സിനിമാ പാട്ടുകൾ വെച്ച് പാരഡി ഇറക്കി ഇടതുപക്ഷത്തിനെതിരെ വളരെ താറടിക്കുന്ന. അതിനകത്തൊന്നും ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഇതൊരു അയ്യപ്പന്റെ എല്ലാവരുടെ നാവിൽ കളിയാണ്. രാധാകൃഷ്ണൻ സംഭവിച്ചു. താങ്കൾ നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ മടങ്ങി വരാം. തിരുവനന്തപുരത്ത് നിന്നും ശ്രീനിവാസനാണ് ചേരുന്നത്. ശ്രീനിവാസൻ, കേരളത്തിൽ ഇപ്പോൾ ഹിറ്റായ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വിവാദത്തിന് ശേഷം അത്രമേൽ ഹിറ്റായ പൊറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് എഴുതിയ ആളിനെതിരെയും പാടിയ ആൾക്കെതിരെയും ഒക്കെ കേസെടുത്തിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് എന്തോ മോശത്തരമാണെന്ന മട്ടിൽ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു. താങ്കൾക്ക് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? ശ്രീനിവാസൻ കേൾക്കാമോ? ഹലോ, ഇത് സ്വന്തം പാർട്ടിക്കാരുടെ കണ്ണിന്റെ കാൽച്ചോട്ടിനും മണ്ണിൽ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുക മാർക്സിസ്റ്റ് പാർട്ടിയുടെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ പിന്നെ പറഞ്ഞു, ഓരോന്നും പറഞ്ഞിട്ട് ഇതിൽ വരുന്നത്. ഇത് കേസെടുക്കേണ്ട കാര്യം എന്താ? അതിനെന്താ ആവശ്യം? അരിയാകാരം കഴിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ളത്. അത് മനസ്സിലാക്കണം മാർക്സിസ്റ്റ് പാർട്ടി. മനസ്സിലായില്ല. കരുണാകരന്റെ പേരിൽ അയ്യപ്പഗാനം പാടി കൈരളി ചാനലിൽ നിരന്തരമായി ഇട്ടുകൊണ്ടിരുന്നപ്പോ ഞങ്ങളൊന്നും ആരും പോയില്ലല്ലോ കേസിന്. എന്താ ഇവർക്ക് ഇപ്പൊ ഇത്തരം മുട്ടടിക്കുന്നത്? എന്നതിന്റെ ആവശ്യം? അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഇരട്ടി സീറ്റുകൾ പോവും. ഇത് എഴുതി വെച്ചിരം സാറേ. 30 സീറ്റേറ്റവും കൂടുതൽ കിട്ടില്ല ഇവർക്ക് ഈ പോക്ക് പോവുകയാണെങ്കിൽ. എന്നാ പിന്നെ അതിനെപ്പറ്റി ഒരു ശാന്തമായിട്ട് അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കല്ല വേണ്ടത്. വോട്ടിനെ പറ്റി നിരന്തരമായിട്ട് വിമർശിക്കാണ്ട് സ്വന്തം പാർട്ടികളെ അണികളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് വിഷമം. ശിവൻകുട്ടിയൊന്നും അടുത്ത നിയമസഭയിലൊന്നും കണി കാണില്ല. മനസ്സിലായില്ല. അയാളൊന്നും ഇതിന്റെ ഒരു ആവശ്യമില്ല. ഇത് പ്രതിഷേധിക്കേണ്ട ഒരു കാര്യമില്ല സാറേ.
മനസ്സിലായില്ല. അപ്പൊ ഇത് കേസെടുത്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ ജനങ്ങൾ ഇത് അംഗീകരിക്കില്ല. ഇത് കഴിഞ്ഞാലും നിയമസഭയിൽ ഇതിനേറ്റവും വലിയ ഹിറ്റ് ഹാനുകളുമായിട്ട് ഇവിടെ UDF ഇറക്കിക്കൊണ്ടിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ധനേഷാണ് നീലേശ്വരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ധനേഷ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? സാറേ, ഈ പാട്ട് ഇതിനെ കുറിച്ച് പാടിനെ കുറിച്ച് ഒരു വിമർശനമായിട്ട് ഒരു സംവിധാനം നടക്കില്ല. പക്ഷെ ഒരു കടയിൽ 2 പേരുണ്ട് സാറേ. പിന്നെ സ്വർണം കട്ട് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളത്. അത് സഖാവാണ് അയ്യപ്പ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞാൽ അതിലൊരു സഖാവുണ്ട് സാറേ. അതിലൊരു പ്രതി സഖാവാണ്. അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. സഖാക്കൾ എന്ന് പറയുമ്പോൾ പിന്നെ അത് പല ആൾക്കാർക്കും ഒരു പിന്നെ മോശമായിട്ടല്ല സാറേ. സാറിന് എത്ര ഇടതുപക്ഷക്കാരെ അറിയുന്നുണ്ടാവും? ഉണ്ടാവില്ല സാറേ? പറഞ്ഞോളൂ. സാറിന് എത്ര ഇടതുപക്ഷക്കാരെ അറിയുന്നുണ്ടാവും? അവരെല്ലാം കള്ളന്മാരാണ് സാറേ. സാറിന് അറിയുന്ന അങ്ങനെയല്ലല്ലോ. ഒരു പാട്ട് എഴുതി കോൺഗ്രസ്സുകാരെയും CPM-കാരെയും BJP-കാരെയും ഒക്കെ കള്ളന്മാരെ എന്ന് വിളിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള എത്രയോ പാട്ടുകൾ, എത്രയോ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പരസ്പരം എല്ലാ പാർട്ടികളും പരസ്പരം വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കോൺഗ്രസ്സുകാരെല്ലാം കള്ളന്മാരാന്ന് പറഞ്ഞാൽ CPM-കാരെല്ലാം കള്ളന്മാരെന്ന് പറഞ്ഞാൽ എല്ലാ CPM-കാരും കള്ളന്മാരാണെന്നൊന്നും അർത്ഥമില്ലല്ലോ. അതൊക്കെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മുദ്രാവാക്യങ്ങളാണ്, ഒരു പാട്ടിൽ ഉണ്ടാകുന്നതാണ്. അല്ലാതെ പേരെഴുതി ഇന്ന സഖാവ് മോഷ്ടിച്ചു എന്നൊന്നും എഴുതാൻ പറ്റൂ? സാർ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ? പറഞ്ഞോ. നമുക്കൊരു പാട്ടിൽ തന്നെ നമുക്കത് തുടങ്ങാം. ഗർഭം കലക്കിയതാരപ്പ KPCC പന്നപ്പ, ഗർഭം കലക്കിയതാരപ്പ അത് KPCC പന്നപ്പ. ജാടയാണോ ജാടയില്ലേ ഹായ് തരുമോ ജോലൂസേ, ജാടയാണോ ജാടയില്ലേ ഹായ് തരുമോ. നല്ലൊരു ഗർഭം കലക്കാനായി അടവുകൾ പലതും പയറ്റാനായി മോളൂസേ, ജാടയാണോ ജാടയില്ലേ ഹായ് തരുമോ, ജാടയില്ലേ ഹായ് തരുമോ. KPCC കോളേജിൽ ഗർഭം കലക്കണ കോഴ്സുണ്ട്, KPCC കോളേജിൽ ഗർഭം കലക്കണ കോഴ്സുണ്ട്. ഹെഡ്മാഷും പ്രോമാക്സും ഗർഭം കലക്കലി ബിരുദന്മാർ, ഹെഡ്മാഷും പ്രോമാക്സും ഗർഭം കലക്കലി ബിരുദന്മാർ. മോളൂസേ, ജാടയാണോ ജാടയില്ലേ ഹായ് തരുമോ. സാറേ, ഇങ്ങനെ നമുക്ക് ചെയ്യാമോ? ഇതാണ് ശരിയായ കാര്യം നരേഷ്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പാട്ടുണ്ടാക്കാം. ആ പാട്ടിനെതിരെ കേസ് എടുക്കുകയല്ല വേണ്ടത്. അവർ അങ്ങനെ ഒരു പാട്ടുണ്ടാക്കിയെങ്കിൽ തിരിച്ച് ഇത്തരം പാട്ടുകൾ ഉണ്ടാക്കാൻ പാടാം. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ കേൾക്കുന്നവരാണ് മലയാളികൾ. അല്ലാതെ അതിനെതിരെ കേസ് എടുക്കുക എന്നുള്ളതല്ല. അല്ലെങ്കിൽ അത് മതവികാരം വ്രണപ്പെട്ടെ, ഞങ്ങളുടെ പാർട്ടി വികാരം വ്രണപ്പെട്ടെ എന്ന് പറയുന്നതല്ല മര്യാദ. സാറേ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നു. പക്ഷേ സഖാവ് നയ പ്രശ്നമില്ല. സഖാക്കൾ താങ്കൾ KPCC എന്ന് പറഞ്ഞ നരേഷേ, അഭിമാനമുള്ള കുറെ ആൾക്കാരുണ്ട്. അല്ല നരേഷ് ചോദിക്കട്ടെ, KPCC ഗർഭം കലക്കൽ എന്ന് പറഞ്ഞാൽ ഇത് കേട്ട് ഈ പാട്ട്, ഈ സമാനമായ പാട്ടുകളൊക്കെ ആളുകൾ നേരത്തെ പാടിയിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് KPCC ആകെ അങ്ങനെ മോശക്കാരാണെന്ന് വരുമോ? അങ്ങനെയൊക്കെ പാട്ടിൽ അങ്ങനെയൊക്കെ വരും. അത് ഈ സഖാക്കൾ എന്ന് കേട്ടാലും അതേ സഹിഷ്ണുത അതിലും വേണം. സാറ് പറയുന്നു ഉറപ്പായിട്ടുണ്ടാവും സാറേ, 100% അപ്പൊ കേസ് എടുത്തതിനെ താങ്കൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? അത് ചിലപ്പം അങ്ങ് അനുസരിക്കാൻ പറ്റാത്ത ആരും കോൺഗ്രസ് ലീഗുകാർ ചിലപ്പം കേസും കൊടുക്കും. അവർക്ക് എടുക്കാൻ പറ്റും ഇതിന്റെ പേരിൽ. അങ്ങനെ സാറേ ജനാധിപത്യ കാര്യങ്ങൾ അങ്ങനെ കേസ്. ശരി നരേഷ്, എന്തായാലും നരേഷിന്റെ ആ ഒരു സർഗാത്മകതയെ ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ തന്നെയാണ് എപ്പോഴും വേണ്ടത്. ഒരുത്തർ പാട്ടുണ്ടാക്കിയെങ്കിൽ ബദൽ പാട്ടുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബദൽ തിരുത്തൽ, അതാണ്. അല്ലാതെ അതിനെതിരെ കേസെടുക്കാം, ഞങ്ങൾ അവരെ അടിച്ചു തീർക്കാം എന്നൊക്കെ പറയുന്നത് മര്യാദയല്ല, അതൊരു മാന്യതയുമല്ല. ശ്രീമതി ജയാണ് കൊല്ലത്ത് നിന്നും. ശ്രീമതി ജയ, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു പാർട്ടിയുടെ ഭരണം ഇരിക്കുമ്പോൾ അവിടെ കേസെടുക്കുന്നു, അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇതെല്ലാം മതവികാരം എണ്ണപ്പെടുന്നതാണ്, അങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെയാണ് ഇന്നിപ്പോൾ V ശിവൻകുട്ടി അടക്കം പറയുന്നത്? നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം. നമ്മുടെ പോറ്റിയ കേറ്റ് ഇന്നലെ ഇത് തന്നെ ആയിരുന്നു വിഷയം. ഞാനപ്പോ സംസാരിച്ചതുമാണ്. ഇന്ന് കുറച്ച് പുതിയ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അതും കൂടെ പറയാം. നമ്മുടെ ഇതിന് മുന്നേ ഞാൻ വിളിക്കുന്നതിന് മുന്നേ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു പാട്ടൊക്കെ ഉണ്ടാക്കി പാടിയല്ലോ. KPCCയുടെ പുറത്തൊന്നും അത് ബാധിക്കത്തില്ല. അവർ പാടിക്കോട്ടെ, പകരത്തിന് പാടി അവരെന്നെ ആശ്വസിക്കട്ടെ. പിന്നെ ഇപ്പം നമ്മുടെ പോറ്റിയ കേറ്റിയേക്ക് കേസെടുത്തത് അവരുടെ കയ്യിൽ ഭരണം ഇരിക്കുന്നത് കൊണ്ടാ. അല്ല, ഭരണം ഇല്ലായിരുന്നു അവര് മിണ്ടുവോ? അപ്പൊ അതങ്ങനെ നമ്മളങ്ങ് ക്ഷമിക്കേണ്ടതേ ഉള്ളു. അവര് തന്നെ ഇന്നലെ ഇതിന് പകരം ഒരു പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കിരൺ കേട്ട് കാണുമല്ലോ. പട്ടിയെ നായയെ എന്നൊക്കെ വിളിച്ച് വെറും വൃത്തികെട്ട ഭാഷകൾ ഉപയോഗിച്ചിട്ട് ഒരു പാട്ട് KMCC ആണ് പൈസ കൊടുത്ത് ഇത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു പാരഡി എഴുതിയിട്ടുണ്ട്.
അത് കേട്ടപ്പോ ഞങ്ങൾക്കാർക്കും ഒരു വിഷമവും ഇല്ലല്ലോ. കോൺഗ്രസ്സുകാർക്കാർക്കും ഒരു വിഷമവും ഇല്ലല്ലോ. അവരാരും പ്രതികരിച്ചിട്ടില്ല. പിന്നെ ഇവരെന്തിനാ? സഖാക്കളല്ലേ അകത്ത് കിടക്കുന്നത് രണ്ടുപേര്. അതുകൊണ്ട് സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നത് കൊണ്ട് വലിയ വിഷമം വരേണ്ട കാര്യമില്ല. രണ്ടുപേരും സഖാക്കളാണ് കിടക്കുന്നത്. അങ്ങനെ സമാധാനമായിട്ട് ചിന്തിച്ച് ഇരിക്കുകയെന്നേ എനിക്ക് പറയാനുള്ളൂ. ശരി, ഓക്കെ. എന്തായാലും ശ്രീമതി ജയയുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലനാണ് പാലക്കാട് നിന്നും. ശ്രീ ബാലനിലേക്ക് കടക്കും മുമ്പ് നമുക്ക് വളരെ വേഗത്തിൽ ചില യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി ഒന്ന് വായിക്കാറുണ്ട്. ശ്രീ ബാലൻ ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കുക, കമൻറ്റുകളിലേക്ക് കൂടി ഒന്ന് വന്നിട്ട് നമുക്ക് വളരെ വേഗത്തിൽ മടങ്ങി വരാം. അല്ലെങ്കിൽ ബാലനോട് സംസാരിച്ച ശേഷം ശ്രീ ബാലൻ താങ്കളുടെ അഭിപ്രായം കൂടി പറഞ്ഞോളൂ, അതിനുശേഷം വായിക്കാം. നമസ്കാരം കിരൺ ഭായി. നമസ്കാരം. ആദ്യം നമ്മുടെ ഈ സ്വരാജിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ കുറച്ച് മുന്നേ. ആരാണ് അത്? സ്വരാജിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, സ്വരാജ് പറഞ്ഞൊരു വാക്കുകള്. സ്വരാജ് അദ്ദേഹം പറഞ്ഞ അർത്ഥത്തിൽ ഏതെങ്കിലും വാക്ക് പറഞ്ഞാൽ എന്റെ അറിവിലില്ല. അങ്ങനെ സംഭവം ഉണ്ട്. ഇന്നലെ മനോരമയിൽ കാണിച്ചിരുന്ന സംഭവം എന്താണ് ഉണ്ട്. നേരത്തെ പുള്ളി പറഞ്ഞ വാക്കുകളൊക്കെ സ്വരാജ് സംസാരിക്കുന്നത് ഒരു പൊതുവേദിയിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ സംസാരിച്ചെങ്കിൽ തന്നെ അങ്ങനെ ഒന്നും ഒരാൾക്ക് സംസാരിക്കുന്നതിൽ യാതൊരു ദൈവങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആളുകൾക്കുണ്ട്. അത് വ്യത്യസ്ത അഭിപ്രായം പറയാൻ അതിന് തെറ്റൊന്നുമില്ല. അങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞതാ നമ്മുടെ പുള്ളി ഞാനത് കേട്ടിട്ടില്ല. ഓക്കെ, ഉണ്ടെങ്കിലും ശരി, ഞാനത് കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ കൃത്യമായ വാക്കുകൾ അറിയാതെ ഞാൻ അഭിപ്രായം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ സംഭവം നിലവിൽ നമ്മുടെ സംഭവം കിടപ്പുണ്ടെന്നാ പറഞ്ഞത്. ശരി, ഓക്കെ, പറഞ്ഞോളൂ. പിന്നെ നമ്മുടെ രാധാകൃഷ്ണൻ പറഞ്ഞിട്ട് രാധാകൃഷ്ണൻ ഒരു കാര്യം ചെയ്തേക്ക്. അവരുടെ വല്യേട്ടന്റെ ചാനലുണ്ടല്ലോ, പിന്നെ കൈരളി ചാനലില് ഈ നാഗകൃഷ്ണനും അതുപോലെ തന്നെ കലാപവും മണിയും കൂടി ആ ഫ്ലോറിൽ പാടി, കൈരളിന്റെ ഫ്ലോറിൽ പാടിയ സംഭവം കിടക്കുന്നുണ്ട് ഇതേ അയ്യപ്പനെ പറ്റിയിട്ട്. മാത്രമല്ല, കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഒക്കെ മിമിക്രിക്കാര് ഒരുപാട് തവണ പാടിയിട്ടുള്ളതാണ്. നാദിർഷ എഴുതിയതാണ് കലാപവും മണിയും ഒക്കെ ഒരുപാട് തവണ പാടിയിട്ടുള്ളതാണ്. നഷ്ടത്തിറക്കിയതിന് ശേഷമാണ് ഈ കലാപവും മണിയും പുള്ളിയും കൂടി ഇവരെ കൈരളിന്റെ ഫ്ലോറിൽ വെച്ച് പാടിയിട്ടുണ്ട്. അപ്പൊ നിഷേധിക്കുമ്പോൾ തെളിവുകൾ പുറത്തു കൊടുക്കില്ല. അതാ ഞാൻ പറഞ്ഞു. ഇനിയിപ്പോ ഇത് പറയുകയാണെങ്കിൽ ഇവിടെ ഇത്രയും നമ്മുടെ DGPയും ADGP ഇത്ര വിവരമില്ലാത്തവരായാലും ഞാൻ ആലോചിച്ച് നോക്കുന്നു. ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു നിയമോപദേശം തേടുമല്ലോ സാധാരണഗതിയിൽ. ഈ രണ്ട് കേസും വിദഗ്ധർ പറയുന്ന രണ്ട് കേസും ശരിക്കും മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പോയാലും കോടതിയിൽ പോയാലും ചവിട്ടോട്ടൽ അറിയാൻ പറയുന്നുണ്ട്. വീണ്ടും ഇത് പുഷ് ചെയ്യുന്നതിന്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൈബർ കേസായതിന്റെ പേരിൽ ഒരു 3-4 മാസം ഈ പേര് 4 മാസം കൊണ്ട് കഴിഞ്ഞ ഇലക്ഷൻ വരെയാണ്. ഒരു 4 മാസം ഈ പേരും പറഞ്ഞ് വായ തുറക്കരുത്. ഒരു കാരണം അതായിരിക്കാം. അതല്ലെങ്കിൽ പിന്നെ എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസ് എടുത്തത് ശരിക്കും പാട്ട് പാടിയ ആള്, ഇത് പിന്നെ പാട്ട് എഴുതിയ ആള്, സ്കോർ സെറ്റ് ചെയ്ത ആള്, ഇത് ഡൗൺലോഡ് ചെയ്ത ആള് ഒക്കെ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് എതിരാന്ന് വെക്കാൻ വേണ്ടി ഒരു ജാതി കളിക്കാൻ ശ്രമിക്കുന്നില്ല. രണ്ടിലൊന്നായാലും രണ്ടും അവസ്ഥയാണ്. അത്രേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ശരി. അങ്ങനെ ജാതിയുടെ വിഷയമല്ല അതിനകത്ത്. അങ്ങനെ ഒന്നും ഇപ്പം പാട്ട് പാടിയും ഷെയർ ചെയ്ത് നോക്കുക മതവും ജാതിയും നോക്കിയല്ല. അത് അല്ല, രാഷ്ട്രീയമായി കാണിച്ചതിനകത്ത് മോശത്തരം ഉണ്ട് എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ ഹിന്ദു വികാരം വ്രണപ്പെട്ട് അത് അങ്ങനെയൊന്നും വ്രണപ്പെടുത്തുന്നത് ശരിയല്ല എന്നൊക്കെ ഇന്നിപ്പോൾ ശിവൻകുട്ടി അടക്കം പറയുന്നു. അതിനെതിരെ കേസുമായിരിക്കുന്നു. മെറ്റയ്ക്ക് വരെ ആരൊക്കെ ഇനി ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയാൻ കത്തും അയക്കാൻ പോകുന്നു എന്നൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരമുണ്ട്. ഈ ശിവൻകുട്ടി സാറിനും CPIM-നും എപ്പോഴാണ് ഈ അയ്യപ്പന്റെ സ്നേഹം ഉണ്ടായതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമല്ലോ. അവർക്ക് ഭയങ്കര സ്നേഹമല്ലേ അയ്യപ്പൻ നിന്ദ നടത്തുന്നവർക്കെതിരെ അവർ നടപടി എടുക്കും. അല്ലെങ്കിൽ ഈ പാട്ടിൽ എവിടെയാ സാർ നിന്ദ? ഭഗവാൻ അയ്യപ്പന്റെ സ്വർണം കട്ടത് ആരപ്പ? അപ്പൊ പറയുന്നത് സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയാണ്. മാനോകർ പറയുകയാണ് അയ്യപ്പനോട്, അല്ലാതെ അയ്യപ്പൻ അതിൽ എവിടെയും നിന്നിട്ടില്ല. ഇവർക്ക് തെരഞ്ഞെടുപ്പ് തോറ്റപ്പോ അയ്യപ്പനോട് ഭയങ്കര സ്നേഹം കൂടിയിരിക്കാം. സ്വരാജിനെതിരായിട്ട് അയ്യപ്പനെ നിന്ദിച്ചിട്ടുണ്ട് സ്വരാജ്. എന്നിട്ട് വരട്ടെ ഇവർക്കെതിരെ കേസെടുക്കാൻ. ഇത് കേരളത്തിലെ ഓരോ പിഞ്ചു പൈതങ്ങൾ വരെ അയ്യപ്പന്റെ സ്വർണം കട്ടത് സഖാക്കളാണപ്പാന്ന് വിളിച്ച് പറഞ്ഞ് ഓതി ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇവര് കേസെടുത്ത് ഭയപ്പെടുത്തുന്ന എവരായിട്ടില്ല. ഈ അയ്യപ്പൻ സ്വർണ്ണം ഇന്നും ഒരുപാട് സഖാക്കൾ കുടുങ്ങാനുണ്ട്. ഉള്ളു കുടുങ്ങട്ടെ. കക്കുമ്പോ ഓർക്കണമായിരുന്നു. കട്ടാൽ കള്ളൻ എന്ന് വിളിക്കും. അതിനൊന്നും കേസെടുത്ത് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനൊന്നും ധരിക്കുമെന്ന് വേണ്ട. പിന്നെ ശിവൻകുട്ടി സാറിന്റെയും പിണറായി സാറിന്റെയും അയ്യപ്പ ഭക്തിയും അയ്യപ്പനിന്റെയും കേരള ജനസമൂഹത്തിന് നന്നായിട്ട് അറിയാം സാർ. അയ്യപ്പൻ കൊടുക്കുന്ന ശിക്ഷയാണിത്, അല്ലാതെ ഇത് മാലോകർ കൊടുക്കുന്ന ശിക്ഷയല്ല. ഈ അയ്യപ്പന്റെ ശിക്ഷ താങ്ങാൻ
കമ്മ്യൂണിസ്റ്റ് പാർട്ടി താങ്ങില്ല. അത് യാതൊരു സംശയവും വേണ്ട. ശ്രീ ബാലകൃഷ്ണൻ, ഇതേ ശബരിമലയിൽ താങ്കൾ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ശേഷമാണ് കേരള ചരിത്രം തിരുത്തിക്കുറിച്ച് ഈ പറയുന്ന പിണറായി സർക്കാർ വീണ്ടും വന്നത് എന്നതുകൂടി ഓർക്കണം. അനുവദിക്കാം. ആ സമയത്ത് ഈ മുസ്ലിം ഭീകരവാദികൾ ആർക്ക് വോട്ട് ചെയ്തു? ആരാണ് മുസ്ലിം തീവ്രവാദികൾ? അങ്ങനെയാണെങ്കിൽ ഹിന്ദു ഭീകരവാദികൾ ആർക്ക് വോട്ട് ചെയ്തു, ക്രിസ്ത്യൻ ഭീകരവാദികൾ ആർക്ക് വോട്ട് ചെയ്തു എന്നൊക്കെ ചോദിക്കേണ്ടി വരില്ലേ? അങ്ങനെ ഒരു പൊതുമതത്തിന് മാത്രം ഭീകരവാദികളുണ്ടോ? ഭീകരവാദികൾ എല്ലാ മതത്തിലും ഇല്ലേ? ചോദിച്ചോളൂ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്. അതാ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ എല്ലാ മതത്തിലും ഭീകരവാദികളുണ്ട്, എല്ലാ മതത്തിലും നല്ല മനുഷ്യരുണ്ട്, ഭീകരവാദികളുണ്ട്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അല്ലേ പറഞ്ഞത് സകല വർഗീയവാദികളും ഇപ്പം തിരിഞ്ഞു വോട്ട് ചെയ്തത്? ഇതുവരെ ഇവരല്ലേ തലവെച്ചുകൊണ്ടിരുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും, ഞാൻ പലപ്പോഴും പറയുന്നില്ലേ സർ, ഒളിഞ്ഞും തെളിഞ്ഞും ഈ ഭീകരവാദത്തിനെ അവർ സപ്പോർട്ട് ചെയ്തത് ഇവർക്കൊക്കെ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ശരി, ഓക്കെ. എന്നാൽ തൽക്കാലം താങ്കളുമായി അത്ര ചർച്ചയ്ക്ക് ഇനി പോകാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ശ്രീ പ്രമോദാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ പ്രമോദ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടി, ആ പാർട്ടി ഭരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു പാട്ടിനെതിരെ കേസെടുക്കുന്നു. അതോടൊപ്പം തന്നെ അതിനെയൊക്കെ ന്യായീകരിച്ച് പ്രധാന നേതാക്കൾ പലരും സംസാരിക്കുകയും ചെയ്യുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. സാറേ, എനിക്ക് പറയാനുള്ള, ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് തന്നെ പറയാം. പക്ഷെ പ്രവർത്തനത്തിലൊന്നുമില്ല. പക്ഷെ നമ്മൾ ആശയപരമായിട്ട് ആ പാർട്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതാണ് നമ്മൾ അതിൽ നോക്കുന്നത്. പിന്നെ ഈ ഒരു പാട്ടിന്റെ കാര്യം എന്ന് പറയുന്നത്, പാട്ട് എന്തെല്ലാം വരുന്നു സാറേ, അതിന്റെയൊക്കെ പിറകെ പോകേണ്ട കാര്യമില്ല. ഇപ്പൊ നമുക്ക് അടുത്തൊരു ഇലക്ഷൻ 4 മാസം കഴിയുമ്പോൾ വരെയാണ്. എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിന്റെ പിറകെ. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ടോപ്പിൽ നിൽക്കുന്ന ലീഡേഴ്സ് എന്ന് പറയുന്നത് ഈ പാർട്ടി എങ്ങനെ നശിപ്പിക്കാന്നുള്ള രീതിക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമുക്ക് നിഷ്പക്ഷമായിട്ട് നോക്കുമ്പോൾ തന്നെ ഇതിലുള്ള ഒരുപാട് കാര്യങ്ങളെന്ന് പറയുന്നത് ഇവര് വേറെ ആരുടെയും ഒരു റിമോട്ട് കൺട്രോൾ ചെയ്യും പോലെയാണ് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കിയിരുന്നാലും നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ പാർട്ടിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. കുറച്ച് ടോപ്പിലുള്ള കുറച്ച് ആൾക്കാർ ഈ താഴെത്തട്ടിലുള്ള സഖാക്കളെ രീതിക്കുള്ള കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സ്കറിയാണ് ചെറുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സ്കറിയ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു പാട്ടിനെതിരെയൊക്കെ ഇങ്ങനെ കേസെടുക്കേണ്ട ആവശ്യം അതെന്താണ്? നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പാട്ട് എഴുതിയ കുറെ ആൾക്കാരെ പിടിക്കേണ്ടി വരും. BD രാജപ്പനെ പിടിക്കണം. പിന്നെ ഈ സാറന്മാര് കേസ് കൊടുക്കണം. ഒരു സിനിമാ പാട്ടുള്ള സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടിൽ കല്യാണം. അപ്പൊ സാറന്മാരെ ആക്ഷേപിച്ചു. എനിക്ക് ഈ കാര്യമൊന്നുമല്ല അറിയണ്ടേ. ഇതിനകത്ത് കേസ് എടുക്കുകയല്ല. മൈക്കിനെതിരെ കേസ് എടുത്തു. മൈക്ക് ഇപ്പം കോടതി കയറിക്കൊണ്ടിരിക്കുക. ഇതും ഇങ്ങനെയാ. ഇനി പാടരുത് എന്ന് പറഞ്ഞാൽ ഞാൻ പാടും. ഏത് കോടതിയെ തടയുന്നത്? MM കേസ് എടുക്കാത്തന്നെ. ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാര് 1600 രൂപ അല്ല 2000 രൂപ പെൻഷൻ മേടിക്കുന്ന ആൾക്കാരെ കുറിച്ച് വെറും മോശമായ രീതിയിൽ പറഞ്ഞ, ഈ MLA പെൻഷനും മന്ത്രി പെൻഷനും മേടിക്കുന്ന ഈ മാന്യായ സഖാവ് പറഞ്ഞപ്പോ ഇവിടുത്തെ മുഖ്യമന്ത്രി, ഇവിടുത്തെ ഈ നിയമസഭ അടിച്ചുപൊളിച്ച് മന്ത്രിക്കൊക്കെ വികാരം ഒന്നും ഉണ്ടായില്ല. ഇവിടുത്തെ പാവങ്ങൾ മുഴുവൻ കൊണ്ട് കേസ് കൊടുക്കുകയാണ്. MM മണിയുടെ പേരിലും CPMന്റെ പേരിലും കേസ് കൊടുക്കണ്ടേ? ഇവിടുത്തെ പാവങ്ങളെ ആക്ഷേപിക്കില്ലേ ഇത്? അപ്പൊ ഒരു പാട്ടിന് വേണ്ടി പാട്ട് ഇവിടെ പാടും. സ്വർണം കട്ടതിന്റെ പേരിലാണ്. കട്ടവന്റെ തലയിലെ കോഴിപ്പം പിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ കട്ടിട്ടില്ലെങ്കിൽ ഇവർക്ക് ബേജാറാണ്ട് വെച്ചില്ല. ഇവര് കട്ടിട്ടുണ്ട്, പലരും വരും. അപ്പൊ അതിന്റെ പേരിലാണ് ഈ പാട്ട് കേട്ടപ്പോ ഇവർക്ക് ചൊറിച്ചില്. ഈ പാട്ട് നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ പോയാൽ ഇതൊന്നും നിലനിൽക്കുന്ന കേസല്ല. കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജി ഈ പാട്ട് കേൾക്കുന്നല്ലേ. പിന്നെ കോടതിക്ക് വിധിക്കാൻ പറ്റുമോ ഈ പാട്ട് നിങ്ങൾ ആരും കേൾക്കരുത്, ഈ പാട്ട് പുറത്താകരുത് ഒന്നും പറയാൻ പറ്റില്ല? ഈ പാട്ട് ഞാൻ ചിലപ്പോൾ കേൾക്കും. സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞ് ഇവിടെ നിയമമില്ലേ? പുക വലിക്കരുത് പരസ്യമായിട്ട് പൊതുസ്ഥലങ്ങളിൽ സിഗരറ്റ് വലിക്കുന്നില്ലേ? ചിലരെ പിടിക്കും, ചിലരെ പിടിക്കുകയില്ല. ഇതൊക്കെ നമ്മുടെ വ്യക്തമാണ്. ശ്രീ രാജനാണ്, കൊല്ലത്ത് നിന്നാണ്. ശ്രീ രാജൻ, ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നവർ തന്നെ പാട്ടിനെതിരെ കേസെടുക്കുന്നു, അതിനെ ചിലർ ന്യായീകരിക്കുന്നു, നേതാക്കൾ തന്നെ. താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണം, അത് ആവശ്യമാണ്. CPM ഒരു ചെറിയ തെറ്റാ കാണിച്ചത്. പക്ഷെ എനിക്ക് പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, മുരാരി ബാബു ഞങ്ങളുടെ NSSന്റെ മെമ്പറാണ്. പുള്ളി അവിടുത്തെ ലോക്കൽ കോൺഗ്രസ് കമ്മിറ്റി മെമ്പറാണ്. രണ്ടാമത് ശ്രീകുമാർ എന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ മെമ്പറാണ്. പുള്ളിയെ ഇന്ന് അറസ്റ്റ് ചെയ്തു. പിന്നെ പോറ്റിയും കോൺഗ്രസിന്റെ സപ്പോർട്ടുകാരനാണ്. നമ്മുടെ തന്ത്രി, വലിയ തന്ത്രി, 2 പേരേ ഉള്ളൂ. പിന്നെ സഖാക്കള്. അത് പോട്ടെ, ഇവര് പാടിക്കോട്ടെ. ഇപ്പൊ അടുത്ത 2 പാട്ട് വരുന്നുണ്ട്. മാങ്കൂട്ടമേ ഗർഭം കലക്കി ഷാഫിയുടെ വീട്ടിൽ പാത്തിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് വരുന്നുണ്ട്. പിന്നെ 220 തവണ വിളിച്ചു സരിതെ ഒരു രാത്രിയിൽ PC വിഷ്ണുദാസ്. അപ്പൊ അതിന്റെ പാട്ട് വരുന്നുണ്ട്. നമ്മുടെ പിന്നെ പുണ്യാളൻ
457 തവണ ജോപ്പന്റെ ഫോണിൽ കൂടെ വിളിച്ചു. 2 പാട്ടാണ് ഇതിന് പകരം വരുന്നത്. നല്ല 1ാം ക്ലാസ് പാട്ടുകൾ വരുന്നുണ്ട്. അത് കേൾക്കാൻ രാജനായി ഇത്തരം പാട്ടുകളൊക്കെ ഒരുപാട് തവണ മുമ്പൊക്കെ വന്നിട്ടുള്ളതാണ്. അത്തരം പാട്ടുകളൊന്നും വരുന്നതൊക്കെ രാഷ്ട്രീയത്തിൽ അത് ആ പാട്ടിന്റെ യാഥാർത്ഥ്യം നോക്കിയല്ല. പാട്ടുകളൊക്കെ സ്വാഭാവികമായും ഇലക്ഷന് വേണ്ടി ആ തരത്തിലൊക്കെ ഉപയോഗിക്കുക. അതിലൊന്നും വന്നോട്ടെ. അപ്പൊ ഇവർക്ക് നോക്കണമല്ലോ. KPCC മരുന്ന് കൊടുക്കുമെന്നാ പറഞ്ഞത്. ശരി. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ അനിയൻകുട്ടൻ ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്. നമസ്കാരം സാറേ. ഒത്തിരി നിങ്ങളുടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളൊക്കെ നടക്കുമ്പോൾ താങ്കൾ ഇങ്ങനെ വിളിക്കാതിരിക്കുന്നത് എന്താണ്? ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പം കിട്ടുന്നില്ല. പിന്നെ അങ്ങനെ കുറച്ച് നാൾ അങ്ങ് വിളിക്കാതെ പിന്നെ അത് കഴിഞ്ഞ് ഇലക്ഷനൊക്കെ ആയിരുന്നു. ഇലക്ഷൻ്റെ ഒക്കെ പുറകെ പോയി ഞങ്ങൾ ഇവിടെ അങ്ങ് തൂത്തുവാരി. അയ്യപ്പന്റെ പാട്ട് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം ഇവിടുന്ന് തൂത്തുവാരിയായിരുന്നു പോയി. ശരി, ഓക്കെ. അനിയൻകുട്ടൻ ഏത് പാർട്ടിയാണ്? BJP ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാരനോ? ഓക്കെ, ശരി. അനിയൻകുട്ടൻ ഈ പാർട്ടിനെ ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? 30 വർഷം പിടിച്ചുകൊണ്ടിരുന്ന വാർഡ് BJPക്കാരും കൊണ്ടുപോയി അവരുടെ. ഇപ്പൊ ഞാൻ ഇതേപ്പറ്റി പറയുവാണെങ്കിൽ ഞാൻ രാജു അബ്രഹാമിന്റെ കൂടെ. രാജു അബ്രഹാം ഒരു പണി കൊടുത്തു. ആർക്കിട്ടാന്നറിയോ? രാജു അബ്രഹാം ഇവിടെ 25 വർഷമായിട്ട് 30 വർഷമായിട്ട് MLA ആയിട്ടിരുന്ന് അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തില്ല പിണറായി വിജയനും കൂട്ടരും. അതിന്റെ ഒരു കേട് തീർക്കാം. ഈ പാട്ടല്ലേ ഇല്ല, അന്നാ ഓർണം കാച്ചിയേക്കാം, കൊടുത്തേക്കാം. ഇപ്പൊ അതേ കിടന്നുകൊണ്ട് പറഞ്ഞത് ഇത് മുമ്പ് ഒരു വിഷം പറഞ്ഞു ഇതങ്ങ് മറന്നു പോയവരുതാണ്. അവർ തന്നെ വീട്ടിപ്പോണ്ട്. ഇപ്പൊ മുമ്പ് ഒരു വിഷം വിളിച്ച രാജെന്ന് പറയാണ്. ഇങ്ങനെ ഇപ്പൊ ഇവർക്ക് പാട്ടിറക്കാം. ഈ ഒരു പാട്ട് അവർക്ക് സൂചിക്കുന്നില്ല. സ്വർണം കട്ടുകൊണ്ട് പോയ ഒരു പാട്ട് പിടിക്കുന്നില്ല. ഇവരൊക്കെ അതിന് താരെ ഇതൊന്നും ഓണം പിടിക്കാറില്ല. ഈ സർക്കാർ എങ്ങനെയെങ്കിലും ഇറങ്ങി പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ. അതുപോലെ ഇത് കേരളം നശിപ്പിച്ച് കൂട്ടിച്ചോറാക്കി ഇട്ടേക്കുക. ഒരു പാടിനെ നമ്മുടെ സമയം അവസാനിക്കാറാവുന്നു. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഭൂരിഭാഗം പ്രേക്ഷകരുടെയും അഭിപ്രായം ഉണ്ടായത് ഇങ്ങനെ പാട്ടിനെതിരെ ഇങ്ങനെ കേസെടുക്കുന്നത് അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവർ തന്നെ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ള തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായത്. മറിച്ചുള്ള ചില ന്യായീകരണങ്ങളും സ്വാഭാവികമായും ഉണ്ടായി. രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം അങ്ങനെയാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.